എവ്രിവൺ, എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് 12th വിച്ച് ഇസ് ബയോമോളിക്യൂൾസ്. നമ്മുടെ NCERT ലൈൻ ബൈ ലൈനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഫസ്റ്റ് ഭാഗത്തുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഇനിയും ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ ഒരു ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് ബയോമോളിക്യൂൾസ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ എന്താ പറയുക ബയോളജിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ബയോമോളിക്യൂൾസ് അവിടെ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, അവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വേറെ രീതിയിലായിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം ഒന്നിൽ കെമിസ്ട്രിയും മറ്റൊന്നിൽ ബയോളജി ആണല്ലോ നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, എനിവേസ് ബയോമോളിക്യൂൾസ് നിങ്ങൾ പഠിച്ച ബയോളജി ആയിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഇവിടെ ഉണ്ടായിരിക്കും. സോ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിരിക്കും കുറച്ചും കൂടെ പഠിക്കാനായിട്ട്. സോ നമുക്ക് വേഗം ഈ ചാപ്റ്റർ ഒന്ന് പറഞ്ഞ് നമുക്ക് തീർക്കാം. ഓക്കെ, പറ്റുന്നത് നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്റർ തീർക്കാനായിട്ട് നോക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചെടുത്തിട്ട് ബാക്കി അടുത്ത ഭാഗമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം ഞാൻ ഫിസിക്കലി അത്ര എന്താ പറയുക വെല്ലല്ല, ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മാക്സിമം നമ്മുടെ ചാപ്റ്റർ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ നോക്കാം. ഓക്കെ, യെസ്. സോ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു വേദാന്ത മലയാളം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും കാണാനായിട്ട് പറയുക. ആൻഡ് ഓൾസോ വീഡിയോ പെട്ടെന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടിയാണെങ്കിലും ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ NCERTയിൽ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിലാണ്. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ടാണ് വേഗം ലൈക്ക് ചെയ്ത് വെക്കുക, ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ എടുത്തിട്ട് കാണാനായിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ കൂടുതൽ സമയവും കളയാതെ ഞാൻ നിങ്ങളെ കൂടുതൽ എന്താ പറയുക സംസാരിച്ച് മുഷിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ബിഫോർ ദാറ്റ് ഞാൻ സൗണ്ട് എടുക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. എടുക്കുന്നുണ്ട്, യെസ്. ഓക്കെ, അപ്പോൾ എന്താണ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലിവിംഗ് സിസ്റ്റം ഗ്രോസ്, സസ്റ്റെയിൻ ആൻഡ് റീപ്രൊഡ്യൂസ് ഇറ്റ്സെൽഫ്. നമുക്കറിയാം ഒരു ലിവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്യുന്നുണ്ട്, സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ആൻഡ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ മോസ്റ്റ് അമേസിംഗ് തിങ് അബൌട്ട് എ ലിവിംഗ് സിസ്റ്റം ഇസ് ദാറ്റ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് നോൺ ലിവിംഗ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. നമ്മുടെ ലിവിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരിലോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ അവിടെ എന്തുണ്ട്, നോൺ ലിവിംഗ് ആയിട്ടുള്ള ആറ്റംസും മോളിക്യൂൾസും കൊണ്ടാണ് ഒരു ലിവിംഗ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. ദ പെർസ്യൂട്ട് ഓഫ് നോളജ് ഓഫ് വാട്ട് ഗോസ് ഓൺ കെമിക്കലി വിത്തിൻ ദ ലിവിംഗ് സിസ്റ്റം falls in the domain of biochemistry. അതായത് നമ്മുടെ എന്താ പറയാ ഒരു ലിവിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് കെമിക്കലി നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നതാണ് എന്ത്, നമ്മുടെ ബയോ കെമിസ്ട്രി എന്ന് നമ്മൾ പറയുന്നത്. ദ ലിവിംഗ് സിസ്റ്റം ആർ മെയ്ഡ് അപ്പ് ഓഫ് വേരിയസ് കോംപ്ലക്സ് ബയോമോളിക്യൂൾസ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, എക്സെട്ര. ഇത്രയും നമ്മുടെ ബയോമോളിക്യൂൾസ് ഒക്കെ കൂടിയിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, ഒരു ലിവിംഗ് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. ഓൾസോ പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആർ എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് അവർ ഫുഡ്. നമ്മുടെ ഫുഡിലും നമ്മൾ എപ്പോഴും എടുക്കുന്ന ആളുകളാണ്, രണ്ടാളുകൾ നമ്മൾ എപ്പോഴും പറയാനുള്ള ആളുകളാണ് എന്തൊക്കെ, പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും. നമ്മളെ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഫുഡിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മുടെ എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ദീസ് ബയോമോളിക്യൂൾസ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മോളിക്യുലാർ ലോജിക് ഓഫ് ലൈഫ് പ്രോസസ്. ഇങ്ങനത്തെ ഈ ബയോമോളിക്യൂൾസ് ഒക്കെ നമ്മളെ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് അവർ തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടായിട്ടാണ് നമ്മളെ ലിവിങ് പ്രോസസ്സുകളെല്ലാം എന്ത് ചെയ്യുന്നത്, നടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് എനർജി കിട്ടണമെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആ എനർജി സോഴ്സ് കിട്ടുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. സോ അതാണ് നമ്മൾ പറഞ്ഞത്, ഈ മോളിക്യൂൾസ് ഒക്കെ ഇന്ററാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ലിവിംഗ് പ്രോസസ് എന്ത് ചെയ്യുന്നത്, അവിടെ നടന്നു പോകുന്നത്. ഇൻ അഡീഷൻ സം സിമ്പിൾ മോളിക്യൂൾസ് ലൈക്ക് വൈറ്റമിൻസ്, മിനറൽ സോൾട്സ് ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഫംഗ്ഷൻസ് ഓഫ് ഓർഗാനിസംസ്. സ്ട്രക്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് സം ഓഫ് ദീസ് ബയോമോളിക്യൂൾസ് ആണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്, ലൈക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, അമീനോ ആസിഡ്സ്. ഇങ്ങനത്തെ കുറച്ച് ആളുകളെ പറ്റി, ന്യൂക്ലിക് ആസിഡ്സ്, ഇങ്ങനത്തെ കുറച്ച് ആളുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് അവരുടെ സ്ട്രക്ചറും കാര്യങ്ങളും പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബയോമോളിക്യൂൾസ് ചാപ്റ്ററോട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ലെറ്റ്സ് ഗോ ടു ദ കാർബോഹൈഡ്രേറ്റ്സ്. എന്താണ് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊന്ന് നമുക്ക് ആദ്യം നോക്കി നോക്കാം. സോ കാർബോഹൈഡ്രേറ്റ്സ് ആർ പ്രൈമർലി പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ആൻഡ് ഫോം എ വെരി ലാർജ് ഗ്രൂപ്പ് ഓഫ് നാച്ചുറലി ഒക്കറിംഗ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതായത് പ്രൈമർലി ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെ പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ നാച്ചുറലി ഒക്കറിംഗ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഒരു വലിയൊരു ഗ്രൂപ്പാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. സം കോമൺ എക്സാമ്പിൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആർ കെയിൻ ഷുഗർ, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, എക്സെട്ര. ഇതൊക്കെ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ ആണ്. മോസ്റ്റ് ഓഫ് ദം ഹാവ് ജനറൽ ഫോർമുല. എന്താണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ജനറൽ ഫോർമുല? CxH2O(Y) എന്നുള്ളതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ജനറൽ ഫോർമുലയായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? Yes, what's the general formula of carbohydrate? CxH2O(Y) and were considered as hydrates of carbon atom
where the name carbohydrate was derived. അതായത് നമ്മുടെ കാർബൺ, നിങ്ങൾക്ക് അറിയാം കാർബണിന്റെ ഹൈഡ്രേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പേര് കാർബോഹൈഡ്രേറ്റ് എന്നുള്ള പേരും ഇവിടെ വരാനായിട്ടുള്ള കാരണം. ഫോർ എക്സാമ്പിൾ, മോളിക്കുലാർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്? C6H12O6. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? C6H2O6 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താവും? C6H12O6 ആയിട്ട് മാറും. Correct. Yes, that fit into this general formula. But all the compounds which fit into this formula may not be classified as carbohydrate. പക്ഷേ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ കോമ്പൗണ്ട്സും കാർബോഹൈഡ്രേറ്റ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്താ വരുന്നത്? CH3COOH. കറക്റ്റ് അല്ലേ? ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. സോ C2H2O. ഇങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? ഇതിന്റെ ഫോർമുല എന്താ വരുന്നത്? C2H4O2 ആണ്. ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ C2H4O2 ആണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇയാളൊരു കാർബോഹൈഡ്രേറ്റ് ആണോ? അല്ല. അതാണ് പറഞ്ഞത്, നമ്മുടെ ജനറൽ ഫോർമുല ഇതാണ് എന്നുണ്ടെങ്കിലും ഈ ജനറൽ ഫോർമുലയിൽ നമുക്ക് കിട്ടുന്ന എല്ലാ മോളിക്യൂൾസും എന്തല്ല? കാർബോഹൈഡ്രേറ്റ്സ് അല്ല. ഓക്കെ അല്ലേ? സിമിലർലി റാംഡോസ് എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് C6H12O5 ആണ്. ഈസ് എ കാർബോഹൈഡ്രേറ്റ് ബട്ട് ഡസ് നോട്ട് ഫിറ്റ് ഇൻ ടു ദിസ് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനിൽ എന്തോ എഴുതില്ല, അത് ഫിറ്റ് ആവില്ല. കാരണം ഇവിടെ 5 ഓക്സിജനേ ഉള്ളൂ. 6 ഓക്സിജൻ ഉണ്ടെങ്കിലേ അത് ഫിറ്റ് ആവുകയുള്ളൂ. റാംഡോസ് എനിവേസ് എന്താണ്? ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷേ ഈ ഒരു ഫോർമുലയിൽ അത് എന്താവുന്നില്ല, ഫിറ്റ് ആവുന്നില്ല. സോ നമുക്ക് ഈ ഫോർമുല ഉള്ള ആളുകൾ മാത്രമാണ് കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ ഈ ഫോർമുല ഉള്ള എല്ലാ ആളുകളും കാർബോഹൈഡ്രേറ്റ് ആണ് എന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കെമിക്കലി എന്താണ് ഒരു കാർബോഹൈഡ്രേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഷുഡ് ബി അവർ ആൻസർ? ദ കാർബോഹൈഡ്രേറ്റ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് polyhydroxyaldehydes or ketones or the compounds which is produced such units on hydrolysis. അതായത് പോളിഹൈഡ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ OH ഗ്രൂപ്പ് അവിടെ എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. അങ്ങനെ ഒന്നിൽ കൂടുതൽ OH ഗ്രൂപ്പ് ഉള്ള ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് നമുക്ക് അതിന്റെ എന്താ പറയുക റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്സ് may be defined as optically active polyhydroxyaldehydes or ketones or the compounds which produce such units on hydrolysis നടക്കുമ്പോൾ ഇങ്ങനത്തെ polyhydroxyaldehydes or ketones തരുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് സംസാരിക്കുമ്പോഴേക്കും എന്താ പറയാ പിന്നെയും എനിക്ക് എന്താ പറയാ സംസാരിക്കാൻ പറ്റാതാവുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിയുന്നതും നമ്മൾ ഇത് തീർക്കാനായിട്ട് നോക്കും. തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്. ഒരു പകുതി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സം ഓഫ് ദി കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ആർ സ്വീറ്റ് ഇൻ ടേസ്റ്റ് ആർ ഓൾസോ കോൾഡ് ഷുഗേഴ്സ്. ചില കാർബോഹൈഡ്രേറ്റ്സ് സ്വീറ്റ് ടേസ്റ്റ് ഉള്ള ചില കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ സ്വീറ്റ് ടേസ്റ്റ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഷുഗേഴ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ദ മോസ്റ്റ് കോമൺ ഷുഗർ യൂസ്ഡ് ഇൻ അവർ ഹോം ഇസ് നെയിംഡ് ആസ് സുക്രോസ്, whereas the sugar present in milk is known as lactose. ഇവരൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? ലാക്ടോസ് എന്ന് പറയുന്നത് മിൽക്കിലുള്ള ഷുഗർ ആണ്. നമ്മൾ നമ്മുടെ ഹൗസ് ഹോൾഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഷുഗർ ഏതാണ്? സുക്രോസ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ആർ ഓൾസോ കോൾഡ് സാക്കറൈഡ്സ്. അതുകൊണ്ട് തന്നെ ഈ ഷുഗർ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ്സിന് നമ്മൾ വേറൊരു പേരിലും വിളിക്കാറുണ്ട്. എന്താണ്? സാക്കറൈഡ്സ്. ഓക്കെ അല്ലെ? ഇതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിന് നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് എന്തിന്റെ ബേസിസിലാണ്? കാർബോഹൈഡ്രേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ബിഹേവിയർ ഓൺ ഹൈഡ്രോളിസിസ്. അതായത് കാർബോഹൈഡ്രേറ്റ്സിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സിന്റെ ബേസിസിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? They are broadly divided into 3 groups. ഏതൊക്കെയാണ്? മോണോസാക്കറൈഡ്സ്, ഒലിഗോസാക്കറൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ്. ഓക്കെ അല്ലെ? അതിനിടയിൽ ഡൈസാക്കറൈഡ്സ് എന്ന് പറയുന്ന ഒരാളും വരുന്നുണ്ട്. സോ എന്താണ് മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും മിനിമം ആണ്. അതായത് അവിടെ ഇനി നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനത്തെ കാർബോഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? മോണോസാക്കറൈഡ്സ് എന്ന് വിളിക്കാം. ദി കാർബോഹൈഡ്രേറ്റ് ദാറ്റ് കൻ നോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് ഫർദർ ടു ഗിവ് എ സിംപ്ലർ യൂണിറ്റ് ഓഫ് പോളിഹൈഡ്രോക്സിയാൽഡിഹൈഡ് ഓർ കീറ്റോൺ ഇസ് കോൾഡ് വാട്ട്? മോണോസാക്കറൈഡ്. അതായത് അവരാണ് മിനിമം. ഇനിയും നമുക്ക് അവരെ കട്ട് ചെയ്തിട്ട് വേറൊരു കാർബോഹൈഡ്രേറ്റ് ആക്കി അതിനെ മാറ്റാനായിട്ട് കഴിയില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നത്. About 20 monosaccharides are known to occur in nature. Some of the example ആണ് നമ്മുടെ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്?
എന്താണ് C6H12O6. ഇതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുറിച്ചിട്ട് വേറൊരു കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റാനായിട്ട് കഴിയില്ല. എഗൈൻ അനദർ വൺ ഫ്രക്ടോസ്, റൈബോസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, മോണോസാക്രൈഡ്സിന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനത്തെ 20 മോണോസാക്രൈഡ്സോളം നമുക്ക് എന്താണ് ഇപ്പോൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതുണ്ട്. ഓക്കെ അല്ലെ. ഇനി ഒലിഗോസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് ദാറ്റ് yield 2 to 10 മോണോസാക്രൈഡ്സ് യൂണിറ്റ്സ് ഓൺ ഹൈഡ്രോളിസിസ്. അതായത് അതിലാണ് നമ്മുടെ ഈ ഡൈസാക്രൈഡ് ഒക്കെ വരുന്നത്. ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു കാർബോഹൈഡ്രേറ്റിന് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ 2 മോണോസാക്രൈഡ്സ് നമുക്ക് അവിടെ കിട്ടും. അങ്ങനത്തെ ആളുകളെ നമുക്ക് ഡൈസാക്രൈഡ്സ് എന്ന് വിളിക്കാം. ഇനി 2ന്റെയും 10ന്റെയും ഇടയിൽ വരുന്ന ഹോൾ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒലിഗോസാക്രൈഡ്സ്. എന്താ വിളിക്കുക, ഒലിഗോസാക്രൈഡ്സ്. സോ ദേ ആർ further classified as disaccharides, trisaccharides, tetrasaccharides, etc. depending upon the number of monosaccharides. 2 monosaccharides ആണ് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഡൈസാക്രൈഡ്സ് എന്ന് വിളിക്കാം. 3 ആണെങ്കിൽ ട്രൈസാക്രൈഡ്സ്, 4 ആണെങ്കിൽ ടെട്രാസാക്രൈഡ്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേറെ വേറെ നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. Among these, the most common disaccharide, the 2 monosaccharide unit obtained on hydrolysis of a disaccharide may be same or different. Okay, അല്ലേ? ഓക്കെ, സോ നമ്മൾ ഈ ഒലിഗോസാക്രൈഡ്സിൽ നോക്കുന്ന സമയത്ത് ഡൈസാക്രൈഡ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. സോ മോസ്റ്റ് കോമൺ ഒലിഗോസാക്രൈഡ് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ഡൈസാക്രൈഡ്സ് ആണ് ഉള്ളത്. സോ ഈ ഡൈസാക്രൈഡ്സ് ഞാൻ പറഞ്ഞു, ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഹൈഡ്രോളിസിസ് നടക്കുന്ന സമയത്ത് 2 മോണോസാക്രൈഡ്സ് നമുക്ക് അവിടെ കിട്ടും. പക്ഷേ ഈ ഉണ്ടാവുന്ന 2 മോണോസാക്രൈഡ്സ് ഒന്നുകിൽ സെയിം ആവാം, അല്ലെങ്കിൽ എന്താവാം, ഡിഫറെന്റ് ആവാം. ഒരു നിർബന്ധമില്ല ഹൈഡ്രോളിസിന് ശേഷം കിട്ടുന്ന 2 മോണോസാക്രൈഡ്സും സെയിം ആവണം എന്നുള്ളത് യാതൊരു നിർബന്ധമില്ല. അതൊന്നുകിൽ സെയിം ആവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആവാം. ഫോർ എക്സാമ്പിൾ, 1 molecule of sucrose on hydrolysis give 1 molecule of glucose and 1 molecule of fructose. So sucrose എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്, അപ്പോൾ ഒരു ഡൈസാക്രൈഡിന് എക്സാമ്പിൾ ആണ്. അതിന് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്, 1 molecule ഗ്ലൂക്കോസും 1 molecule ഫ്രക്ടോസുമാണ് നമുക്ക് അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. പക്ഷേ മാൾട്ടോസ് എന്ന് പറയുന്നത് വേറൊരു ഡൈസാക്രൈഡ്സ് ആണ്. പക്ഷെ അതിന് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 molecules ഓഫ് ഗ്ലൂക്കോസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്, 2 ഒന്നുകിൽ സെയിം ആവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആവാം. 2 പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളതാണ് ഇത് പോളിസാക്രൈഡ്സ്. എന്താ പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർബോഹൈഡ്രേറ്റ്സ് ദാറ്റ് yield a large number of monosaccharide unit on hydrolysis are called polysaccharides. നമുക്ക് അത് ചിന്തിച്ച് പറയാവുന്ന കാര്യമുള്ളൂ. അതായത് നമ്മുടെ ഹൈഡ്രോളിസിസ് നടക്കുന്ന സമയത്ത് ഒരുപാട് മോണോസാക്രൈഡ്സിന് അവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ പറയുന്ന പേരാണിത് പോളിസാക്രൈഡ്സ് എന്നുള്ളത്. Some common examples are starch, cellulose, glycogen, gums, etc. സ്റ്റാർച്ചും സെല്ലുലോസും ഗ്ലൈക്കോജനും ഗമ്മും ഒക്കെയാണ് പോളിസാക്രൈഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ പോളിസാക്രൈഡ്സ് ഒന്നും എന്തല്ല, നോൺ സ്വീറ്റ് ഇൻ ടേസ്റ്റ്, ഹെൻസ് ദേ ആർ ഓൾസോ കോൾഡ് നോൺ ഷുഗേഴ്സ്. പോളിസാക്രൈഡ്സ് ഒന്നും തന്നെ സ്വീറ്റ് ടേസ്റ്റ് ഉള്ളവരല്ല, അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ നോൺ ഷുഗേഴ്സ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, the carbohydrate may also be classified as either reducing or not reducing sugar. All those carbohydrates which reduce filling solution and tolerance reagents are called reducing sugars. അതായത് കാർബോഹൈഡ്രേറ്റ്സിന് നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തായിട്ടാണ്, റെഡ്യൂസിങ് ഷുഗേഴ്സ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, റെഡ്യൂസിങ് ഷുഗേഴ്സ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. എന്തിന്റെ ബേസിസിലാണ് നമ്മൾ റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് പറയുന്നത്, എന്തിന്റെ ബേസിസിലാണതാ, യെസ്, ഇവിടെ പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് മേ ഓൾസോ ബി ക്ലാസിഫൈഡ് ആസ് ഈദർ റെഡ്യൂസിങ് ഓർ നോൺ റെഡ്യൂസിങ് ഷുഗർ. എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ഫില്ലിങ്സും ടോളറൻസും റിയേജന്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക റിയാക്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് വിച്ച് റെഡ്യൂസ് ഫില്ലിങ്സ് ആൻഡ് ടോളറൻസ് അവരെ നമ്മൾക്ക് എന്ത് വിളിക്കാം, റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് വിളിക്കാം. ആൻഡ് അവരെ റെഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ആളുകളെ നമ്മൾ എന്ത് വിളിക്കും, നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ അല്ലെ, ഓൾ മോണോസാക്രൈഡ്സ് വെദർ ആൽഡോസ് ഓർ കീറ്റോസ് ആർ റെഡ്യൂസിങ് ഷുഗേഴ്സ്. ആൽഡോസ് കീറ്റോസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, പോളി ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് ആണെന്നുള്ളത്. സോ അവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണത് ആൽഡോസ്. ഇനി അവിടെ കീറ്റോൺ ഗ്രൂപ്പ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണത് കീറ്റോസ്. സോ എല്ലാ മോണോസാക്രൈഡ്സും, അതോ ആൽഡോസ് ആയിക്കോട്ടെ കീറ്റോസ് ആയിക്കോട്ടെ, അവരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇനി നമ്മുടെ എന്താ പറയാ ഡൈസാക്രൈഡ്സിന്റെ കേസിലേക്കൊക്കെ വരുന്ന സമയത്ത് ടോളറൻസിനെയും ഫില്ലിങ്സിനെയും റെഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആളുകളെ നമ്മൾ എന്ത് വിളിക്കും, റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്നും, അല്ലാത്തവരെ നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്നും നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ?
യെസ്, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ മോണോസാക്രൈഡ്സിനെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ പോകുന്നത് മോണോസാക്രൈഡ്സിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ്. ഓക്കെ അല്ലേ? സോ മോണോസാക്രൈഡ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ആൻഡ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദം. അതായത് അവരിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, എത്ര ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതിന്റെ ബേസിസിൽ, ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് എന്നുള്ളതിന്റെ ബേസിൽ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, മോണോസാക്രൈഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഇഫ് എ മോണോസാക്രൈഡ് കണ്ടെയ്ൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഡോസ്. Okay, if it is containing a keto group, it is called ketose. Number of carbon atom constituting the monosaccharide is also introduced in the name as the event. Like നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 3 കാർബൺ ആറ്റം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മോണോസാക്രൈഡ്സ് ആണ്. അതിന് നമ്മൾ എങ്ങനെ വിളിക്കാം, ട്രയോസ് എന്ന് വിളിക്കാം. ഇനി അത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെ വിളിക്കാം, ആൽഡോ ട്രയോസ് എന്ന് വിളിക്കാം. ഇനി കീറ്റോൺ ഗ്രൂപ്പ് ആണെങ്കിലോ കീറ്റോ ട്രയോസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. 4 കാർബൺ ആറ്റംസ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ ടെട്രോസ്, ആൽഡോ ടെട്രോസ്, കീറ്റോ ടെട്രോസ്. 5 ആണെങ്കിൽ പെന്റോസ്, 6 ആണെങ്കിൽ ഹെക്സോസ്, 7 ആണെങ്കിൽ ഹെപ്റ്റോസ്. ഇതാണ് ഇതിന്റെ മോണോസാക്രൈഡ്സിന്റെ വേറെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ മോണോസാക്രൈഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, മോണോസാക്രൈഡ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ആരൊക്കെ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്, നമ്മുടെ ഗ്ലൂക്കോസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഗ്ലൂക്കോസ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ഗ്ലൂക്കോസിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നൊന്ന് നോക്കി നോക്കാം. ഗ്ലൂക്കോസ് occur freely in nature as well as in the combined form. ഗ്ലൂക്കോസ് ഫ്രീ ആയിട്ടും കാണുന്നുണ്ട്, കമ്പൈൻഡ് ഫോമിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നേച്ചറിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സ്വീറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ഹണി. സ്വീറ്റ് ഫ്രൂട്ട്സിലും ഹണിയിലൊക്കെ ഉള്ളത് ആരാണ്, ഗ്ലൂക്കോസ് ആണ്. റൈപ്പ് ഗ്രേപ്പ് ഓൾസോ കണ്ടെയ്ൻ ഗ്ലൂക്കോസ് ഇൻ ലാർജ് എമൗണ്ട്. ഗ്ലൂക്കോസ് എവിടെ ഉണ്ട്, റൈപ്പ് ഗ്രേപ്സിലുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഗ്ലൂക്കോസിനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രം സുക്രോസ്. അതായത് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. അതിൽ 2 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഗ്ലൂക്കോസിന്റെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഫ്രം സുക്രോസ്, അതായത് നമ്മുടെ കെയിൻ ഷുഗറിൽ നിന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ഫ്രം സ്റ്റാർച്ച്. നമ്മൾ പറഞ്ഞു സ്റ്റാർച്ച് എന്തിന്റെ എക്സാമ്പിൾ ആണ്, ഒരു പോളിസാക്കറൈഡിന്റെ എക്സാമ്പിൾ ആണ്. സോ നമ്മൾ എങ്ങനെയാണ് സൂക്രോസ് ഒന്നും ഒരു സ്റ്റാർച്ച് ഒന്നും നമ്മുടെ ഗ്ലൂക്കോസിനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. So from sucrose, if sucrose is boiled with dilute HCl, സുക്രോസിനെ നമ്മൾ ഡൈല്യൂട്ട് HCl, സുക്രോസിൽ ആരൊക്കെയാണുള്ളത്, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണുള്ളത്. സോ ഈ സുക്രോസിനെ നമ്മൾ ഡൈല്യൂട്ട് HCl അല്ലെങ്കിൽ H2SO4 ഇൻ ആൽക്കഹോളിക് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആർ ഒബ്റ്റൈൻഡ് ഇൻ ഈക്വൽ എമൗണ്ട്. ഈക്വൽ C12H22 ഓലവനാണ് സുക്രോസ് എന്ന് പറയുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യാണ്, ആസിഡ് HCl അല്ലെങ്കിൽ H2SO4 പ്രസൻസിൽ ഞാൻ അതിനെ ബോയിൽ ചെയ്യിപ്പിക്കുകയാണ്. ഇൻ പ്രസൻസ് ഓഫ് ഇൻ ആൽക്കഹോളിക് സൊല്യൂഷൻ ഇതെന്തായിട്ട് മാറും, ഗ്ലൂക്കോസും ഫ്രക്ടോസും ഈക്വൽ എമൗണ്ടിൽ നമുക്ക് ഇവിടെ കിട്ടും. ഇനി എങ്ങനെയാണ് സ്റ്റാർച്ച് എന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, കമേഴ്ഷ്യലി ഗ്ലൂക്കോസ് is obtained by the hydrolysis of starch by boiling it with dilute H2SO4 at 398 Kelvin under pressure. സെയിം നമ്മൾ H2SO4 പ്രസൻസിൽ സ്റ്റാർച്ചിനെ എടുത്തിട്ട് നമ്മൾ ബോയിൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ hydrolysis of starch by boiling it with dilute H2SO4 at 393 Kelvin and under pressure നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ n ടൈംസ് ഗ്ലൂക്കോസിനെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു കൊമേഴ്ഷ്യൽ ഗ്ലൂക്കോസിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണെന്ന് പറയുന്നത്. കാരണം സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡ് ആണ്. ആ പോളിസാക്രൈഡിലുള്ള മോണോസാക്രൈഡ് ആര് മാത്രമാണ്, നമ്മുടെ ഗ്ലൂക്കോസ് n ടൈംസ്. ഈ പോളിസാക്രൈഡ് ആണ് ആര്, സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഹൈഡ്രോളിസിസ്. എങ്ങനെ, ഡൈല്യൂട്ട് H2SO4 പ്രസൻസിൽ അതിനെ ബോയിൽ ചെയ്തിട്ട് ഹൈഡ്രോളിസിസ് നടത്തുകയാണ് അറ്റ് 393 Kelvin ആൻഡ് അണ്ടർ പ്രഷർ. ഓക്കെ, യെസ്. സോ നമ്മൾ എന്ത് പഠിച്ചു, എന്താണ് ഈ ഒരു ഹൈഡ്രോ കാർബണിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അവരുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ മോണോസാക്രൈഡ്സ് എന്താണ്, ആൻഡ് അതിൽ തന്നെ ഗ്ലൂക്കോസിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് എന്നുള്ളതാണ് വേറൊരു വലിയ കടമ്പയായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. എഗെയിൻ അതിന്റെ സൈക്ലിക് സ്ട്രക്ചറിനെ കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ അടുത്ത മോണോസാക്രൈഡിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് എന്താണ് എന്നുള്ളതാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു ആൽഡോഹെക്സോസ് ആണ്. എന്താണ്, ഒരു ആൽഡോഹെക്സോസ് ആണ്. എന്താ ആൽഡോഹെക്സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൽഡിഹൈഡ് ഗ്രൂപ്പുള്ള 6 കാർബൺ കണ്ടെയ്നിങ് മോണോസാക്രൈഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഡോഹെക്സോസ്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഡെക്സ്ട്രോസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്.
ഓക്കെ അല്ലെ? ആൽഡോ ഹെക്സോസിനെ നമ്മൾ വേറൊരു പേരിൽ വിളിക്കാറുണ്ട്, എന്താണ്? ഡെക്സ്ട്രോസ്. ഇറ്റ് ഈസ് ദ മോണോമർ ഓഫ് മെനി ലാർജർ കാർബോഹൈഡ്രേറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാർച്ചിന്റെ മോണോമർ ആരാണ്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് N ടൈപ്സ് കൂടി ചേർന്നതാണ് ആര്? നമ്മുടെ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സുക്രോസിന് എടുത്ത് നോക്കൂ, സുക്രോസിലും ഒരു മോണോമർ ആരാണ്? ഗ്ലൂക്കോസ് ആണ്. സോ നമ്മുടെ വലിയ ലാർജ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒക്കെ ഒരു മോണോമർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗ്ലൂക്കോസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഡെയിലി സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇറ്റ് ഈസ് പ്രോബബ്ലി ദ മോസ്റ്റ് അബണ്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട് on earth ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the answer must be glucose. It is probably the most abundant organic compound on earth എന്ന് നമുക്ക് പറയാൻ പറ്റും. It was assigned the structure given below on the basis of the following evidence. അതായത് എങ്ങനെയാണ് ഇതാണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എവിഡൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഇതൊരു ആൽഡോ ഹെക്സോസ് ആണ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല വാസ് ഫൗണ്ട് ടു ബി. അതിന്റെ മോളിക്കുലാർ ഫോർമുല C6H12O6 ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? സോ ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ് വിത്ത് HIയുമായിട്ട് നമ്മൾ ഗ്ലൂക്കോസിനെ എടുത്തു. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് ഞാൻ ആ ഗ്ലൂക്കോസിനെ എടുത്തിട്ട് ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ഞാൻ കുറേ സമയം എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു. അപ്പോ എനിക്ക് മനസ്സിലായി ഇറ്റ് ഇസ് ഫോമിങ് N-ഹെക്സേൻ. അങ്ങനെ അവര് N-ഹെക്സേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ചെയിനില് 6 കാർബൺ ആറ്റം ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ് അത് ഫോം ചെയ്തത്. ദാറ്റ് മീൻസ് അവിടുന്ന് നമുക്ക് മനസ്സിലായി ഈ 6 കാർബൺ ആറ്റവും ഒരേ ചെയിനിൽ പ്രസന്റ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർക്ക് HIയുമായിട്ട് നമ്മൾ പ്രൊലോങ്ഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ N-ഹെക്സേൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. Okay, so on prolonged heating with HI, it forms N-hexane, suggesting that all 6 carbon atoms are linked on a straight chain. അപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ കാർബൺ ആറ്റവും ഒരു സ്ട്രെയിറ്റ് ചെയിനിലാണ് കണക്ട് ആയിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് മനസ്സിലായി സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. 1 2 3 4 5 6 ഇങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമീൻ. എന്താ ഹൈഡ്രോക്സിലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH2OH. നമ്മുടെ ആൽഡിഹൈഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോക്സിലമീൻ എന്താണെന്നുള്ളത്. To form an oxime and adds a molecule of hydrogen cyanide to give cyanohydrin. അതായത് NH2OH ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അയാൾ ഓക്സൈം ഫോം ചെയ്തു. എന്താ ഓക്സൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് NOH. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഫോം ചെയ്തു. ദെൻ നമ്മൾ സയനൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്ത സമയത്ത് അവരെന്ത് ഫോം ചെയ്തു? CNOH, സയനോഹൈഡ്രിൻ ഫോം ചെയ്തു. ഇതൊക്കെ ആര് ചെയ്ത പണിയാണ്? നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അവരുണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്. അവർ ഹൈഡ്രോക്സിലമീൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സൈം ആണ് ഉണ്ടാക്കുക. ആൻഡ് ഓൾസോ അവര് സയനൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സയനോഹൈഡ്രിൻ ആണ് അവരുണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് മനസ്സിലായി അവിടെ എന്തുണ്ട്? ഒരു C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഒരു C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഒരു C ഡബിൾ ബോണ്ട് ഉണ്ട് എന്ന് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, യെസ്. സോ ദീസ് റിയാക്ഷൻ കൺഫേം ദ പ്രസൻസ് ഓഫ് കാർബണിൽ ഗ്രൂപ്പ് ഇൻ ഗ്ലൂക്കോസ്. നെക്സ്റ്റ് വരുന്നത് ഗ്ലൂക്കോസ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് ടു എ 6 കാർബൺ കാർബോക്സിലിക് ആസിഡ് ഗ്ലൂക്കോണിക് ആസിഡ്. അതായത് ഈ ഗ്ലൂക്കോസിനെ എടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഗ്ലൂക്കോസിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യിപ്പിച്ചപ്പോൾ അത് ഗ്ലൂക്കോണിക് ആസിഡ് ആയിട്ട് മാറി. അതായത് അതിൽ ആ കാർബണൈൽ, അതായത് ഓൺ റിയാക്ഷൻ വിത്ത് എ മൈൽഡ് ഓക്സിഡൈസിംഗ് ഏജന്റ് ലൈക്ക് ബ്രോമിൻ വാട്ടർ, മൈൽഡ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ടുള്ള ബ്രോമിൻ വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ പോലും അവർ കാർബോക്സിലിക് ആസിഡ്സ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ പ്രസന്റ് ആയിട്ടുള്ള കാർബണിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാണ്? ആൽഡിഹൈഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം എന്താണ്? കീറ്റോൺ ആണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ നടത്തിയാൽ തന്നെ അവർക്കിടയിലുള്ള ബോണ്ട് മുറിഞ്ഞിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഇവിടെ ഗ്ലൂക്കോസിനെ നമ്മൾ ഒരു മൈൽഡ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചപ്പോഴേക്കും അത് എന്തായിട്ട് മാറി? ഗ്ലൂക്കോണിക് ആസിഡ് ആയിട്ട് മാറി. ദാറ്റ് മീൻസ് അവിടെയുള്ള കാർബണിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആള് ആരാണ്? ആൽഡിഹൈഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയായിരുന്നു അവിടെയുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആരോ ഓക്സിഡൈസ് ചെയ്തിട്ട് COH ഫോം ചെയ്തതാന്നുള്ളത്. പക്ഷേ ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് COH ഫോം ചെയ്യണമെങ്കിൽ അത് പ്രൈമറി ആവണം ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഓൾസോ നമ്മളൊരു സ്ട്രോങ് ഓക്സിഡൈസിംഗ് ഏജന്റ് കൊടുത്താലേ അങ്ങനെ ആൽക്കഹോൾ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് എന്തായിട്ട് മാറാൻ പറ്റുള്ളൂ? ആസിഡ് ആയിട്ട് മാറാനായിട്ട് കഴിയുകയുള്ളൂ. സോ നമുക്ക് ഇപ്പൊ മനസ്സിലായി എന്താണ് ഇങ്ങനെയാണ് സ്ട്രക്ചർ. അതിൽ ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആ കാർബണൈൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണ്. ഇത്രയും നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ്,
Acetylation of glucose with acetic anhydrides gives glucose pentaacetate which confirms the presence of 5OH group. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഗ്ലൂക്കോസിനെ എടുത്തിട്ട് അസറ്റിക് ആൻഹൈഡ്രൈഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിച്ചു. അസറ്റിക് ആൻഹൈഡ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ട്രക്ചർ? CH3 ഡബിൾ ബോണ്ട് O CH3 ആയിട്ട് നമ്മൾ ഇവരെ റിയാക്ട് ചെയ്യിപ്പിച്ച സമയത്ത് ഇത് എന്തായിട്ട് മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആയിട്ട് എന്ത് ചെയ്തു, നമുക്ക് കിട്ടിയത് എന്താണ്, ഒരു പെന്റാഅസറ്റേറ്റ്, ഗ്ലൂക്കോസ് പെന്റാഅസറ്റേറ്റ് ഇങ്ങനെയായിട്ട് അവർ മാറി. ദാറ്റ് മീൻസ് അവിടെ 5OH ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം OH ഗ്രൂപ്പ് ഉണ്ടാവുമ്പോഴാണ് അവരെന്ത് ചെയ്യുക, ഇങ്ങനെ ബ്രേക്ക് ആയിട്ട് നമ്മുടെ OH ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻ ഇവിടുന്ന് പോയിട്ട് -+ ആയിട്ട് മാറും, ഇതും -+ ആയിട്ട് മാറും. ഈ പ്ലസ് ആരടുത്തേക്ക് വരും, ഓക്സിജന്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഇവർ എന്തുണ്ടാക്കി, പെന്റാഅസറ്റേറ്റ് ഇവിടെ ഉണ്ടാക്കി. ദാറ്റ് മീൻസ് അവിടെ 5 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സോ ഇവിടെ എന്തായാലും 6 കാർബണിൽ 1 കാർബൺ CHO ആണ്. സോ ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്, ഇതിലും OH ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. 5OH ഗ്രൂപ്പ് അറ്റാച്ച് ടു ഡിഫറെന്റ് കാർബൺ ആറ്റംസ് എന്ന് നമുക്ക് ഇവിടെ പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. സോ ഇത്രയും നമ്മൾ പഠിച്ചു. ഓൺ ഓക്സിഡേഷൻ വിത്ത് നൈട്രിക് ആസിഡ് ഗ്ലൂക്കോസ് ആസ് വെൽ ആസ് ഗ്ലൂക്കോണിക് ആസിഡ് ബോത്ത് ഈൽഡ് ഡൈകാർബോക്സിലിക് ആസിഡ്. അതായത് നമ്മൾ അതിനെ ഒരു എന്താ പറയാ, നമുക്കറിയാം നമ്മൾ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ പ്രൈമറി ആൽക്കഹോളിനെ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അതേപോലെ ആൽഡിഹൈഡിനെ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ ഇട്ട് കഴിഞ്ഞാൽ അതും കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. നേരത്തെ നമ്മൾ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ ഇട്ടിട്ട് അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറിയപ്പോൾ ഒരു CHO ഗ്രൂപ്പ് അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. കറക്റ്റ് അല്ലേ? യെസ്. ഇനി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ, നമ്മുടെ ഗ്ലൂക്കോസിനെ എടുത്തിട്ട് ഞാനൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള നൈട്രിക് ആസിഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഓക്സിഡേഷൻ നടത്തിയപ്പോൾ ഡൈകാർബോക്സിലിക് ആസിഡ് ആണ് എനിക്ക് ഉണ്ടായത്. ദാറ്റ് മീൻസ് അവിടെ ഈ CHOക്ക് പുറമെ ഒരു പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ദാറ്റ് മീൻസ് ഈ അവസാനം നമുക്കുള്ളത് CH2OH ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. ഒരു പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പും കൂടെ അവിടെ പ്രസന്റ് ആണ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എങ്ങനെ എത്തിയത്, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്തപ്പോ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോ, ക്ലിയർ അല്ലേ, സക്കാരിക് ആസിഡ് ആയിട്ട് മാറി. അതേപോലെ ഗ്ലൂക്കോണിക് ആസിഡിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തിയപ്പോൾ എഗെയിൻ അതും സക്കാരിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. The exact spatial arrangement of different OH group was given by Fisher after studying many other properties. ഇപ്പൊ നമുക്ക് കിട്ടിയ സ്ട്രക്ചർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ CHO ഉണ്ട് 2, 3, 4, 5 and 6 ഇത്രയുണ്ട് നമുക്കറിയാം. ആൻഡ് ഓൾസോ ഈ 4 ആൾക്കും ആരുണ്ട്, OH ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഈ OH ഒക്കെ ഏത് സൈഡിലാണ്, എന്താണ് അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, ഇതൊന്നും നമുക്ക് അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അതാരാ കണ്ടുപിടിച്ചത്? ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഫിഷർ ആഫ്റ്റർ സ്റ്റഡിയിങ് മെനി അതർ പ്രോപ്പർട്ടീസ്. അയാൾ പഠിച്ചിട്ട് അദ്ദേഹം കണ്ടെത്തിയത് ഇറ്റ്സ് കോൺഫിഗറേഷൻ ഇസ് കറക്റ്റ്ലി റെപ്രസെന്റഡ് ആസ് 1. സോ ഗ്ലൂക്കോണിക് ആസിഡ് ഇസ് റെപ്രസെന്റഡ് ആസ് 2 ആൻഡ് സക്കാരിക് ആസിഡ് ആസ് 3. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിന്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയല്ല, എങ്ങനെയാണ് വരുന്നത്, HHOH ആണ് എന്നുള്ള കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചു. ഇവിടെ H, ഇവിടെയും H, ഇവിടെ OH, ഇവിടെ H, എഗെയിൻ ഇവിടെ OH വരും, ഇവിടെ H വരും, OH വരും, OH വരും. ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. ഗ്ലൂക്കോണിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്താണ്, സെയിം തന്നെയാണ്. ഇവിടെ COH, സക്കാരിക് ആസിഡ് ആകുമ്പോൾ ഇവിടെയും COH, ഇവിടെയും COH, അത്ര ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ അല്ലേ? സോ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, HHOH എന്ന് ആലോചിച്ച് വെക്കുക. ലെഫ്റ്റ് സൈഡിൽ അങ്ങനെയാണ് പോകുന്നത്. സോ H ഇവിടെ ആണെങ്കിൽ ഇവിടെ OH ആയിരിക്കും, OH ഇവിടെ ആണെങ്കിൽ ഇവിടെ H ആയിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇത്രയാണ്. സോ എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് നമ്മൾ കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യം. ആദ്യം നമ്മൾ HIയുമായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ പ്രൊലോങ്ഡ് ഹീറ്റിംഗ് നടത്തിയപ്പോൾ നമുക്ക് N-ഹെക്സേറ്റ് കിട്ടി. N-ഹെക്സേറ്റ് കിട്ടിയപ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിഞ്ഞു ആ 6 കാർബണും ഒരു ചെയിനിലാണ് പ്രസന്റ് ആയത് എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഹൈഡ്രോക്സിൽ അമീൻ NH2OH ആയിട്ടും ദെൻ നമ്മൾ സയനൈഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് സൈനോഹൈഡ്രനും ഓക്സൈബും പ്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് മീൻസ് അവിടെ ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. കാർബണൈൽ ഗ്രൂപ്പ് അവിടെ ഉണ്ടെങ്കിൽ അത് ആൽഡിഹൈഡ് ആണോ, കീറ്റോൺ ആണോ, എസ്റ്റർ ആണോ, ആസിഡ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റിനെ വെച്ചിട്ട് അതിനെ ഓക്സിഡൈസ് ചെയ്യാനായിട്ട് നോക്കി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടി. ദാറ്റ് മീൻസ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് വരെ അതിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ ആ പ്രസന്റ് ആയിട്ടുള്ള കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും.
ഓക്കെ യെസ്. ഇനി നമ്മൾ ചെയ്തത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റിക് ആൻഡ് ഹൈഡ്രൈഡുമായിട്ട് ഈ ഗ്ലൂക്കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിച്ച സമയത്ത് നമുക്ക് ഗ്ലൂക്കോസ് പെന്റാ അസറ്റേറ്റ് നമുക്ക് ഫോം ചെയ്തു. അങ്ങനെ പെന്റാ അസറ്റേറ്റ് അവിടെ ഫോം ചെയ്യണമെങ്കിൽ അവിടെ 5 ഡിഫറെന്റ് OH ഗ്രൂപ്പ്സ് വേണം എന്ന് നമുക്ക് മനസ്സിലായി. അതായത് അവിടെ 5 OH ഗ്രൂപ്പ് ഡിഫറെന്റ് കാർബണിലായിട്ട് പ്രസന്റ് ആണ് എന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ നമ്മളൊരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള HNO3 ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ അത് സക്കാരിക് ആസിഡ് ആയിട്ട് മാറി, അല്ലെങ്കിൽ ഡൈ കാർബോക്സിലിക് ആസിഡ് ആണ് നമുക്ക് പിന്നെ കിട്ടുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് മാത്രമല്ല, ഒരു പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പും കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആ പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പ് ആര് മാത്രമേ ആവുള്ളൂ? താഴെ വരുന്ന CH2 ഗ്രൂപ്പ് മാത്രമേ പ്രൈമറി ആവാനായിട്ട് കഴിയുള്ളൂ. കാരണം ഇടയിൽ വരുന്ന എല്ലാവരും എന്താണ്? സെക്കൻഡറി ആയിരിക്കും. ഓക്കെ അല്ലേ? സോ താഴെ ഒരു CH2OH ഉണ്ട്, മേലെ ഒരു CHO ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. പക്ഷെ ഇവരുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്താണ് എന്നുള്ളതൊന്നും അന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടുപിടിച്ച ആളാരാണ്? ഫിഷർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരുപാട് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതിന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചത്. ആ സ്ട്രക്ചറാണ് നമ്മളിവിടെ പറഞ്ഞ സ്ട്രക്ചർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. Glucose is correctly named as D plus glucose. D before the name of the glucose represents the configuration, whereas plus represents the dextrorotatory nature of the molecule. D എന്ന് പറയുന്നത് അതിന്റെ കോൺഫിഗറേഷൻ ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പ്ലസ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതിന്റെ ഡെക്സ്ട്രാ റൊട്ടേറ്ററി നേച്ചർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി റിമെമ്പേർഡ് ദാറ്റ് D and L have no relation with the optical activity of the compound. It is not related to lecture D and L of dextro and levo. The meaning of D and L notation is as follows. D യും L നമ്മൾ എന്തിന്റെ ബേസിസിലാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ D എന്തിനാ പറയുന്നത്? കോൺഫിഗറേഷൻ ആണ്. പോസിറ്റീവ് ആണ് അതിന്റെ എന്താ പറയാ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്താണ് ഈ D and L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലിസറാൽഡിഹൈഡിന്റെ ബേസിസിലാണ് ഡിയും എല്ലും സംസാരിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ ഡി ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2OHന്റെ ലെഫ്റ്റ് സൈഡിലാണ് H അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണ് OH എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഡി ഫോം എന്നാണ് വിളിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. The letter D or L before the name of any compound indicates that the relative configuration of a particular stereoisomer of a compound with the respect to the configuration of some other compound. അതായത് വേറൊരു കോമ്പൗണ്ടിന്റെ എന്താ പറയാ കോൺഫിഗറേഷനെ നമ്മൾ ബേസ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് അടുത്തൊരു കോമ്പൗണ്ടിന്റെ കോൺഫിഗറേഷൻ നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺഫിഗറേഷൻ ഓഫ് ഇൻ കേസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സിന്റെ കേസ് ആണെങ്കിൽ this refers to their relation with a particular isomer of glyceraldehyde. ഗ്ലിസറാൽഡിഹൈഡിന് ഒരു പർട്ടിക്കുലർ ഐസോമറുമായിട്ടാണ് ഇവർ റിലേറ്റ് ചെയ്യുന്നത്. അതായത് ഗ്ലിസറാൽഡിഹൈഡ് കണ്ടെയ്ൻസ് 1 അസിമെട്രിക് കാർബൺ. ഈ കാർബൺ എന്താണ്? ഒരു അസിമെട്രിക് കാർബൺ ആണ്. കാരണം ഇവിടെ CHO, ഇവിടെ OH, ഇവിടെ H, ഇവിടെ CH2OH. കറക്റ്റ് അല്ലേ? ആൻഡ് എക്സിസ്റ്റ് ഇൻ 2 എനാൻറ്റിയോമറിക് ഫോംസ് ആണ് ഇവർക്കുള്ളത്. അതായത് ഒരു ഹൈഡ്രജൻ ഇവിടെ, OH ഇവിടെ, ഇതിന് OH ഇവിടെ, ഹൈഡ്രജൻ ഇവിടെ. പ്ലസ് ഐസോമർ ഓഫ് ഗ്ലിസറാൽഡിഹൈഡ് അതിനെയാണ് നമ്മൾ ഡി കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് CH2OH നമുക്ക് കാണാം. ഇറ്റ് മീൻസ് ദാറ്റ് വെൻ ഇറ്റ്സ് സ്ട്രക്ചറൽ ഫോർമുല റിട്ടൺ ഓൺ പേപ്പർ ഫോളോയിങ് സ്പെസിഫിക് which you will study in the higher cases, the OH groups lies on the right hand side in the structure. അതായത് OH ഗ്രൂപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ അതാണ് എന്ത്? ഡി ഫോം എന്ന് നമ്മൾ പറയുന്നത്. OH ഗ്രൂപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ all those compounds which are chemically correlated to D plus of glyceraldehyde they said D configuration, whereas those which correlate to the L form of the glyceraldehyde are said to have L configuration. Positive glyceraldehyde പോലെയുള്ള ആളുകളെ നമ്മൾ D form എന്നും നെഗറ്റീവ് glyceraldehyde പോലെയുള്ള ആളുകളെ നമ്മൾ L form എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ L form ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും OH is present on the left hand side എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? യെസ്. സോ നിങ്ങൾ നമ്മുടെ ഗ്ലൂക്കോസിന്റെ കേസിലേക്ക് നോക്കി നോക്കൂ. ഗ്ലൂക്കോസിൽ നിങ്ങൾ പറയുമ്പോൾ CH2OHന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് OH ഗ്രൂപ്പ് ഉള്ളത്. ദാറ്റ് മീൻസ് നമ്മൾ D പ്ലസ് ഗ്ലൂക്കോസ് എന്നാണ് അതിനെ എഴുതേണ്ടത് എന്ന് നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡി ഗ്ലൂക്കോസ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, നോ ഡൗട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് അസൈക്ലിക് ആയിട്ട് നിൽക്കുന്ന ആളല്ല, ഒരു സൈക്ലിക് സ്ട്രക്ചർ ആണ് ഗ്ലൂക്കോസിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ യെസ്. ഓക്കെ,
സോ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ സൈക്ലിക് സ്ട്രക്ചറിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്ലൂക്കോസ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ 1 2 3 4 5 6 ഇവിടെ CH2OH ഉണ്ട്, H OH സോറി H ആണ്, OH ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് നമ്മളെ ഗ്ലൂക്കോസിന് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഡെസ്പൈറ്റ് ഹാവിങ് എൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഈ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഷിഫ്റ്റ് ടെസ്റ്റ് തരണം. ഷിഫ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് NH2Z ഇവരുമായിട്ടുള്ള റിയാക്ഷൻ, നമുക്കറിയാം നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പ് NH2Z റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറുന്നുണ്ട്? C∪NZ ആയിട്ട് മാറുന്നുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഷിഫ്റ്റ് ടെസ്റ്റ് എന്നുള്ളത്. ഷിഫ്റ്റ് ടെസ്റ്റ് എന്തിനുള്ളതാണ്? നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പ് അവിടെ പ്രസന്റ് ആണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഇങ്ങനെ ഒരു CHO ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിട്ടും ഗ്ലൂക്കോസ് എന്ത് തരുന്നില്ല? ഷിഫ്റ്റ് ടെസ്റ്റ് തരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ആൻഡ് ഓൾസോ ഇറ്റ് ഡസ് നോട്ട് ഫോം ഹൈഡ്രജൻ സൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ് വിത്ത് NaHSO3. അഗെയിൻ ആൽഡിഹൈഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം. സോ C∪OH ആണെങ്കിൽ അതിനെ നമ്മൾ NaHSO3 ട്രീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എങ്ങനെയായിരുന്നു അതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്? CONH ഉണ്ടായിരുന്നു. ദെൻ താഴെ നമുക്ക് ആരുണ്ടായിരുന്നു? നമ്മുടെ SO3H ഉണ്ടായിരുന്നു. എന്നിട്ട് H ഇങ്ങോട്ട് വരുന്നു, താഴെ നമ്മുടെ SO3Na ആയിട്ട് മാറുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്ത്? നമ്മുടെ ഹൈഡ്രജൻ സൾഫൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ റിയാക്ഷൻ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. സോ ദാറ്റ് മീൻസ് ഈ CHO ഇവിടെ എന്തല്ല, ഫ്രീ ആയിട്ട് ഇവിടെ ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമ്മളെ എത്തിച്ചു. അത് മാത്രമല്ല, കാരണം എന്താണ്? വേറെയും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല, ഈ റിയാക്ഷൻസ് ഒന്നും തരുന്നില്ല. ഫോർ എക്സാമ്പിൾ, pentacetate of glucose does not react with hydroxylamine. pentacetate of glucose നമുക്ക് എന്താണെന്ന് അറിയാം, ഇവിടെ CHO ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഈ OH ഒക്കെ ആരായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? അസറ്റിക് ആൻഹൈഡ്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് C∪OCH3. pentacetate of glucose, they are also not reacting with hydroxylamine, indicating that the absence of free CHO group. ഓക്കെ അല്ലെ? നെക്സ്റ്റ് തേർഡ് റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ് ഇസ് ഫൗണ്ട് ടു എക്സിസ്റ്റ് ഇൻ 2 ഡിഫറെന്റ് ക്രിസ്റ്റലൈൻ ഫോം വിച്ച് ആർ നെയ്മഡ് ആസ് ആൽഫ ആൻഡ് ബീറ്റ. ഗ്ലൂക്കോസിനെ നമുക്ക് 2 ഡിഫറെന്റ് ക്രിസ്റ്റലൈൻ ഫോമിൽ കാണാനായിട്ട് കഴിഞ്ഞു. ഈ ആൽഫയും ബീറ്റയും എന്നാണ് നമ്മൾ അതിനെ പേരിട്ട് വിളിച്ചത്. ദ ആൽഫ ഫോം ഓഫ് ഗ്ലൂക്കോസ് രണ്ടും ഡിഫറെന്റ് ആണ്. ആൽഫ ഫോം ഓഫ് ഗ്ലൂക്കോസിന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 419 കെൽവിൻ ആണ്. അതിന് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ക്രിസ്റ്റലൈസേഷൻ ഫ്രം കോൺസെൻട്രേറ്റഡ് ഗ്ലൂക്കോസ് സൊല്യൂഷന് അറ്റ് 303 കെൽവിനിൽ നമുക്ക് എന്ത് ചെയ്യാണ്? ക്രിസ്റ്റലൈസേഷൻ നടത്തിയിട്ടാണ് നമുക്ക് ആൽഫ ഫോമിന് കിട്ടുന്നത്. പക്ഷെ ബീറ്റ ഫോമിന് എങ്ങനെയാണ് കിട്ടുന്നത്? അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 423 കെൽവിൻ ആണ്. ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ക്രിസ്റ്റലൈസേഷൻ ഓഫ് ഹോട്ട് ആൻഡ് സാച്ചുറേറ്റഡ് അക്വസ് സൊല്യൂഷൻ. ഓക്കെ അല്ലേ? അറ്റ് 371 കെൽവിൻ. ഇവിടെ നമുക്ക് കിട്ടുന്നത് 303 കെൽവിൻ ആണെങ്കിൽ ബീറ്റന് നമുക്ക് കിട്ടുന്നത് 371 കെൽവിൻ ആണ്. അങ്ങനെ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലൂക്കോസ് കിട്ടാനും എന്തായിരിക്കും കാരണം എന്ന് നമുക്ക് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി, ഗ്ലൂക്കോസിനുള്ളത് ഇങ്ങനെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ അല്ല. ദിസ് ബിഹേവിയർ കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ ദ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് വിച്ച് വി മെൻഷൻ അബവ്. ഓക്കെ അല്ലേ? ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ദാറ്റ് വൺ ഓഫ് ദി OH ഗ്രൂപ്പ് മേ ആഡ് ടു ദ CHO ഗ്രൂപ്പ് ആൻഡ് ഫോം എ സൈക്ലിക് ഹെമി അസറ്റാൽ സ്ട്രക്ചർ അവർ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ ഫ്രീ CHO ഗ്രൂപ്പ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് അവർ ഈ 3 റിയാക്ഷനും അല്ലെങ്കിൽ ഈ 3 പ്രോപ്പർട്ടീസും അവിടെ കാണിക്കാനായിട്ടുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് ഈ ഒരു CHO ഗ്രൂപ്പും ഇതിൽ ഏതോ ഒരു OH ആയിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹെമി അസറ്റാൽ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ ഗ്ലൂക്കോസ് ഫോം എ 6-membered ring. ഒരു 6-membered റിംഗ് ആണ് ഗ്ലൂക്കോസിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇൻ വിച്ച് ദ OH ഓഫ് C5, ഇവിടെ നമ്മൾ ഫസ്റ്റ് കാർബൺ ആരാണ്? ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? CHO ഗ്രൂപ്പിന്. കാരണം അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ 1 2 3 4 5 6 ഇതാണ് നമ്മുടെ കാർബണിന്റെ എണ്ണം വരുന്നത്. കറക്റ്റ് അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ നമ്മൾ അങ്ങനെ എടുക്കുമ്പോ
ഫിഫ്ത്ത് കാർബണിലുള്ള ഈ ഒരു OH പോയിട്ട് നമ്മുടെ CHO ആയിട്ട് റിയാക്ട് ചെയ്തു. എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക? CHO ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലെ. സോ ഇവിടെ എന്തുണ്ടാവാം? മൈനസ് ഉണ്ടാവാം, പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവാം. നമ്മുടെ ഫിഫ്ത്ത് കാർബണിലുള്ള O മൈനസും H പ്ലസും ആണെങ്കിൽ ഈ H പ്ലസ് എങ്ങോട്ട് പോകും? ഓക്സിജന്റെ അടുത്തേക്ക് വരും. ഈ O മൈനസ് ആരുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും? കാർബൺ ആയിട്ട്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു കാർബൺ ഉണ്ട്. ആ കാർബൺ ആണ് ഇവിടെ ഉള്ളത്. ഈ കാർബണിലുള്ള ഓക്സിജൻ പോയിട്ട് അപ്പുറത്തെ കാർബണായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ O മൈനസ് ആരെടുത്തു? ഈ ഓക്സിജന്റെ കൂടെ ഉണ്ടായിരുന്ന H പ്ലസിനെ എടുത്തിട്ട് OH ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനത്തെ രണ്ട് ഡിഫറെന്റ് റിംഗ് സ്ട്രക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ OHന്റെ പൊസിഷൻ ആണ്. ഒന്നിൽ OH ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്, മറ്റേതിൽ OH റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. OH ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഫ ഗ്ലൂക്കോസ്. OH റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആ ഗ്ലൂക്കോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ ഗ്ലൂക്കോസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഈ രണ്ട് സൈക്ലിക് സ്ട്രക്ചേഴ്സും നമ്മുടെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറുമായിട്ട് ഒരു ഇക്വിലിബ്രിയത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? The two cyclic hemiacetal form of glucose differ only in the configuration of hydroxyl group at C1. ഇതിനെ നമുക്ക് എങ്ങനെ വരക്കാം? എങ്ങനെ നമ്മൾ ഇതിനെ വരക്കുന്നത്? യെസ്. ഓക്കെ. സോ നമുക്ക് ഇവിടെ എന്തുണ്ട്? നമ്മുടെ ഓക്സിജൻ ഇവിടെ ഉണ്ട്. ദെൻ ഇവിടെ ആരുണ്ട്? നമ്മുടെ H ഉണ്ട്, CH2OH ഉണ്ട്. സോറി ഇങ്ങനെയല്ല. ഇതിന് നമ്മൾ സൈക്ലിക് എങ്ങനെ വരക്കാം? നമുക്ക് ഇവിടെ നമ്മൾ ആരുണ്ട്? CH2OH. ഓക്കെ അല്ലെ? ഇങ്ങനെ നമുക്ക് വരക്കാം. ഇത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്നത് കാണിക്കുന്നുണ്ട്. ഓക്കെ. യെസ്. സോ ദ ടു സൈക്ലിക് ഹെമിയാസെറ്റൽ ഫോം ഓഫ് ഗ്ലൂക്കോസ് ഡിഫർ ഓൺലി ഇൻ ദ കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആൻഡ് C1. C1ലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ അതാണ് ആൽഫ, റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ അതാണ് ബീറ്റ എന്ന് നമ്മൾ പറഞ്ഞു. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതായത് C1ലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ആണ് രണ്ട് എന്താ പറയുക കോമ്പൗണ്ട്സ് തമ്മിലുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അനോമറിക് കാർബൺ എന്നുള്ളത്. അല്ലെങ്കിൽ സച്ച് ഐസോമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനോമേഴ്സ്. സോ നമ്മുടെ ഇവിടുത്തെ ആൽഫ ആൻഡ് ബീറ്റ ആളുകളെ നമുക്ക് എങ്ങനെ വിളിക്കാം? അനോമേഴ്സ് എന്ന് വിളിക്കാം. ഞാൻ നേരത്തെ വരച്ച സ്ട്രക്ചറാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതായത് ഞാൻ നേരത്തെ 5 കാർബൺ കോമ്പൗണ്ട് വരച്ചതെന്ന് തോന്നുന്നു. 6 കാർബൺ കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. HOH ആൻഡ് CH2OH നമുക്ക് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാർബൺ വരുന്നത്. ഈ ഫസ്റ്റ് കാർബൺ ആരായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്? ഫിഫ്ത്ത് കാർബൺ ആറ്റമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. The 6-membered cyclic structure of glucose is called the pyranose structure. നമുക്കറിയാം പൈറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ ഇതുമായിട്ടൊരു റിസംബ്ലൻസ് ഉള്ള സ്ട്രക്ചർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പൈറനോസ് സ്ട്രക്ചർ എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൽഡോ ഹെക്സോസ് എന്നാണ് നമ്മൾ അതിന്റെ എന്തിനെ വിളിക്കുന്നത്? ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിനെ വിളിക്കുന്നത്. അത് ക്ലോസ്ഡ് ചെയിൻ സ്ട്രക്ചർ ആവുന്ന സമയത്ത് നമ്മൾ അതിനെ എന്ത് വിളിക്കും? പൈറനോസ് സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. ആൽഫേനെയും ബീറ്റേനെയും. എന്താണ് ആൽഫ ബീറ്റയും തമ്മിലുള്ള ഡിഫറൻസ്? HOH ഇങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് ആൽഫ എന്ന് പറയുന്നത്. OH മേലെയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്. ഓക്കെ. സോ ഹവേർത്ത് സ്ട്രക്ചർ ആണ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്നത്. എന്താണ്? ഹവേർത്ത് സ്ട്രക്ചർ എന്നാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോണോസാക്കറൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, വിച്ച് വാസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്താണ്, അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വേറൊരു എന്താ പറയുക നമ്മുടെ മോണോസാക്കറൈഡ് ആണ്. അതിന്റെ പേരാണെന്ത്? ഫ്രക്ടോസ്. ഫ്രക്ടോസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് കീറ്റോ ഹെക്സോസ് ആണ്. സോ 6 കാർബൺ ഉണ്ട്, കീറ്റോൺ ഗ്രൂപ്പ് ആണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കീറ്റോ ഹെക്സോസ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അലോങ് വിത്ത്, അതായത് അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അലോങ് വിത്ത് ദ ഗ്ലൂക്കോസ് ബൈ ദ ഹൈഡ്രോളിസിസ് ഓഫ് ഡൈസാക്കറൈഡ് സുക്രോസ്. അതായത് നമുക്കറിയാം സുക്രോസിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ HCl അല്ലെങ്കിൽ H2SO4 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ട്രീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം വേ തന്നെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതായത് ഗ്ലൂക്കോസിന്റെ കൂടെ നമുക്ക് ഇവിടെ ആരെയും കിട്ടുന്നുണ്ട്? സുക്രോസിനെയും കിട്ടുന്നുണ്ട്. ഫ്രക്ടോസിനെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് ദ നാച്ചുറൽ മോണോസാക്കറൈഡ് ഫൗണ്ട് ഇൻ ഫ്രൂട്ട്സ്. നമുക്ക് ഫ്രൂട്ട്സിലും ഹണിയിലും വെജിറ്റബിളിലും ഒക്കെ ഉള്ള നാച്ചുറൽ ഷുഗർ ആണ് നമ്മുടെ ഫ്രക്ടോസ് എന്ന് പറയുന്നത്. സോ ഇൻ ഇറ്റ്സ് പ്യോർ ഫോം ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്വീറ്റ്നർ. അതായത് പ്യോർ ഫോമിൽ നമ്മൾ അതിനെ സ്വീറ്റ്നർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് കീറ്റോ ഹെക്സോസ് ആണ് ഇത്. ഇനി എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഫ്രക്ടോസ് ഓൾസോ ഹാസ് എ മോളിക്കുലാർ ഫോർമുല C6H12 and O6 തന്നെയാണ് ഫ്രക്ടോസിന്റെ മോളിക്കുലാർ ഫോർമുല വരുന്നത്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് its reaction it was found to contain a ketonic functional group at the carbon number 2 and 6 carbon in a straight chain as in the case of glucose. അതായത് നമ്മൾ ഗ്ലൂക്കോസിൽ ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ അതിന്റെ സ്ട്രക്ചർ എലുസിഡേഷൻ നടത്തിയത്. ഓക്കെ അല്ലെ? ഇവിടെ നമ്മൾ അങ്ങനെ എന്താ പറയുക സ്ട്രക്ചർ ഒക്കെ നമ്മൾ മനസ്സിലാക്കി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി സെക്കൻഡ് കാർബണിൽ എന്താണുള്ളത്, കീറ്റോൺ ആണുള്ളത്. ആൻഡ് ഓൾസോ ആ 6 കാർബൺസ് സ്ട്രെയിറ്റ് ചെയിനിലാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. It belongs to the D series and it is a levorotatory compound and it's appropriately written as D minus fructose. നമ്മൾ D plus glucose എന്ന് എഴുതുന്ന പോലെ നമ്മൾ കോമൺലി കാണുന്നത് ആരെയാണ്? D minus fructose ആയിരിക്കും. D minus എന്ന് നമ്മൾ D ആണെന്ന് പറയാൻ കാരണം CH2OH ന്റെ എവിടെയാണ്? LHS ന്റെ സൈഡിലാണ് നമ്മുടെ OH ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡി ഫ്രക്ടോസ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. ആൻഡ് അതിന്റെ ഓപ്പൺ സ്ട്രക്ചർ ഇങ്ങനെ എഴുതാം, നമുക്ക് ഇങ്ങനെ എഴുതാം 1 2 3 4 5 and 6. ഇവിടെ മേലെയും താഴെയും ആരാളുള്ളത്? CH2OH ആണ് നമുക്ക് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്, ഇവിടെ ഫ്രക്ടോസിന്റെ കേസിലും ഗ്ലൂക്കോസിന്റെ പോലെ തന്നെ ഇറ്റ് ഓൾസോ എക്സിസ്റ്റ് ഇൻ 2 cyclic forms which is obtained by D minus fructose by the addition of OH at C5 to the C double bond O group. അതായത് നമുക്കറിയാം ഇതാണ് നമ്മുടെ ആര്? ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ഇവിടെ എന്താ സംഭവിച്ചത്? സെക്കൻഡ് കാർബണിലുള്ള C ഡബിൾ ബോണ്ട് ഓക്കെ എഗെയിൻ ഫിഫ്ത്ത് കാർബണിലുള്ള ആള് ആയിട്ട് എന്ത് ചെയ്യാണ്? ബോണ്ട് ഫോം ചെയ്യാണ്. സോ ഇവിടെ നമുക്ക് നമ്മുടെ ചെയിനിൽ എത്ര ആളെ ഉണ്ടാവുള്ളൂ? 1 2 3 4 5 മെമ്പേർഡ് റിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക ഈ ഓക്സിജനും കൂടെ കൂട്ടിയിട്ട്. അപ്പൊ ഇത് എന്താണ്? ഫ്യൂറാൻ സ്ട്രക്ചറുമായിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നതുകൊണ്ട് നമ്മുടെ ഫ്രക്ടോസിനെ നമ്മൾ ഫ്യൂറനോസ് സ്ട്രക്ചർ എന്നാണ് വിളിക്കാറുള്ളത്. എന്താണ് വിളിക്കാറുള്ളത്? ഫ്യൂറനോസ് എന്നാണ് വിളിക്കാറുള്ളത്. നമ്മളെ എന്താ പറയാ ഗ്ലൂക്കോസിന്, അതായത് ഫ്രക്ടോസ് ഈ പേരിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഫ്രക്ടോസ് ഫ്യൂറനോസ് ആണ്. ആൻഡ് ഓൾസോ പൈറനോസ് ആണ് ആര്? നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. കാരണം ഫ്യൂറനോസ് എന്ന് പറയുമ്പോൾ അതൊരു 5 മെമ്പേർഡ് റിംഗ് ആണെങ്കിൽ പൈറനോസ് എന്ന് പറയുന്നത് ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ്. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് എങ്ങനെ കിട്ടും ഇവരുടെ സ്ട്രക്ചർ? നമ്മുടെ CH2OH ഇവിടെ ഉണ്ട്, ആ C OH ആയിട്ട് മാറും. ദെൻ ഇവിടെ നേരത്തെ പറഞ്ഞ സെയിം കാര്യം. ആൻഡ് ഇവിടുത്തെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ വരച്ച സ്ട്രക്ചർ ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ എന്താണ് ഇവിടെ ഉള്ളത്? നമ്മുടെ C1 ആണ് ഇതുണ്ടായിരിക്കുക. ഈ C1 നമുക്ക് ആരൊക്കെയാണുള്ളത്? CH2OH ആൻഡ് OH ആണുള്ളത്. സോ OH മേലെയും CH2OH ഇവിടെ H, ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം? ആൽഫ എന്ന് വിളിക്കാം. CH2OH ഉം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരാളുള്ളത്? OH CH2OH. ദെൻ അഗൈൻ ഇവിടെ H ഉണ്ട്, ഇവിടെ OH ഉണ്ട്, ഇവിടെ H ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഫ്യൂറനോസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഈ CH2OH ഉം H നെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ അവരെന്തായിട്ട് മാറും? ബീറ്റ ആയിട്ട് മാറും. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ നമുക്ക് ഫ്രക്ടോസ് നമ്മൾ പഠിച്ചു, ഗ്ലൂക്കോസ് നമ്മൾ പഠിച്ചു. അവരൊക്കെ എന്തായിരുന്നു? മോണോസാക്രൈഡ്സ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചിട്ടാണ്? ഡൈസാക്രൈഡ്. ഡൈസാക്രൈഡ് നമ്മൾ ഇപ്പൊ തന്നെ ഒരാളെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. ദാറ്റ് വാസ് സുക്രോസ്. സുക്രോസിൽ ആരൊക്കെയാണുള്ളത്? ഗ്ലൂക്കോസും നമ്മുടെ ഫ്രക്ടോസും കൂടി ചേർന്ന ആളാണ് ആര്? നമ്മുടെ സുക്രോസ് എന്ന് പറയുന്നത്. സോ യു ഹാവ് ഓൾറെഡി റെഡ് ദാറ്റ് ഡൈസാക്രൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ് വിത്ത് ഡൈല്യൂട്ട് ആസിഡ് ഓർ എൻസൈം yield 2 molecules of either the same or the different monosaccharide. നമ്മൾ പറഞ്ഞു ലാക്ടോസ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് മാൾട്ടോസ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? മാൾട്ടോസ് എടുത്തു കഴിഞ്ഞാൽ 2 ഗ്ലൂക്കോസ് ആണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഒന്നുകിൽ നമുക്ക് ഡിഫറെന്റ് മോണോസാക്രൈഡ്സിനെ കിട്ടാം, അല്ലെങ്കിൽ സെയിം മോണോസാക്രൈഡിനെ കിട്ടാം. രണ്ടും സംഭവിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. The 2 monosaccharides are joined together by an oxide linkage formed by the loose of water molecule. അതായത് എങ്ങനെയാണ് ഈ രണ്ട് മോണോസാക്രൈഡ്സും കൂടെ ലിങ്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലൂസിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾ നടന്നിട്ട് അവിടെ ഒരു ഓക്സൈഡ് ലിങ്കേജ് ആണ് അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ലിങ്കേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. എന്ത് ലിങ്കേജ് ആണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ് നമ്മൾ അത്തരത്തിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേര്. ക്ലിയർ അല്ലേ?
ഓക്കെ അല്ലെ? ആൻഡ് എങ്ങനെയാണ് ആ ബോണ്ട് ഫോം ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ ഇപ്പൊ ഇവിടെ കാണും കേട്ടോ. ഇൻ ഡൈസാക്രൈഡ്സ് ഇഫ് ദ റെഡ്യൂസിംഗ് ഗ്രൂപ്പ് ഓഫ് മോണോസാക്രൈഡ് ദ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ആർ ബോണ്ടഡ് ദീസ് ആർ നോൺ റെഡ്യൂസിംഗ് ഷുഗേഴ്സ് ഓർ അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സുക്രോസ് എന്ന് പറയുന്നത്. ഡൈസാക്രൈഡില് നമുക്കറിയാം 2 മോണോസാക്രൈഡ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത്. മോണോസാക്രൈഡ്സിൽ ആരുണ്ട്? എല്ലാ മോണോസാക്രൈഡും എന്താണ്? റെഡ്യൂസിംഗ് ഷുഗേഴ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെദർ ഇറ്റ് ക്യാൻ ബി ആൽഡോസ് ആയിക്കോട്ടെ കീറ്റോസ് ആയിക്കോട്ടെ, എല്ലാ മോണോസാക്രൈഡ്സും റെഡ്യൂസിംഗ് ഷുഗേഴ്സ് ആണ്. ഡൈസാക്രൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഡൈസാക്രൈഡിലുള്ള 2 മോണോസാക്രൈഡ് ഉണ്ടല്ലോ, ആ 2 മോണോസാക്രൈഡിലെയും ആൽഡിഹൈഡും കീറ്റോണും ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെഡ്യൂസിംഗ് ഷുഗർ ആവാൻ പറ്റില്ല. അവരവിടെ ഫ്രീ ആയിട്ട് നിന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവര് ഫെല്ലിങ്സിനെയും ടോളറൻസിനെയും റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവുകയുള്ളൂ. സോ നമുക്ക് പറയാൻ പറ്റും മോണോമേഴ്സിലുള്ള ആൽഡിഹൈഡും കീറ്റോണും ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ് ആര്? നമ്മുടെ സുക്രോസ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ഷുഗർ ഇൻ വിച്ച് ദീസ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ ഫ്രീ, അതായത് ഒരു ഡൈസാക്രൈഡ് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ അതിലുള്ള CHO ഗ്രൂപ്പും C+O ഗ്രൂപ്പും ഒക്കെ ഫ്രീ ആണ്. വേറെ 2 ആളുകൾ തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് അവിടെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഡൈസാക്രൈഡ്സ് എന്തായിരിക്കും? റെഡ്യൂസിങ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അങ്ങനത്തെ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആയിട്ടുള്ള ഒരു ഡൈസാക്രൈഡിന്റെ എക്സാമ്പിൾ നമ്മോട് ചോദിച്ചാൽ നമുക്ക് പറയാം മാൾട്ടോസ് ആൻഡ് ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയാണുള്ളത്? ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആണ് അവിടെ മോണോസാക്രൈഡ്സ് ആയിട്ട് വരുന്നത്. അവരൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സുക്രോസിനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് സുക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോമൺ ഡൈസാക്രൈഡ് ഈസ് സുക്രോസ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു ഡൈസാക്രൈഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? സുക്രോസ് എന്നായിരിക്കും. വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ് ആൻ ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് D+ ഗ്ലൂക്കോസ് ആൻഡ് D- ഫ്രക്ടോസ്. ഇവരുടെ ഒരു ഇക്വിമോളാർ മിക്സ്ചർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ കൂടുതലും കാണുന്നത് D+ ഗ്ലൂക്കോസും D- ഫ്രക്ടോസും ആണ് എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? സോ നമുക്കറിയാം ഒരു ഡൈസാക്രൈഡ് എന്ന് പറയുമ്പോൾ 2 മോണോസാക്രൈഡ് കൂടി ചേർന്നതാണ്. അവർക്കിടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂളിന്റെ അവിടുന്ന് കളഞ്ഞിട്ട് ഒരു ഓക്സൈഡ് ലിങ്കേജ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ആ ലിങ്കേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നുള്ളത്. കറക്റ്റ് അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്, ഞാൻ പേടിച്ചു പോയി റെക്കോർഡിംഗ് അല്ലേ എന്ന് വിചാരിച്ചിട്ട്. These 2 monosaccharides are held together by the glycosidic linkage between C1 of alpha D glucose. Alpha D glucoseന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? നമുക്കറിയാം. യെസ്, ഓക്കെ. സോ ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ്? ഇവിടെ H, ഇവിടെ OH, ഇവിടെ H, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ H. ഇവിടെ ആരാ നമുക്കുള്ളത്? യെസ്, HOH, അഗെയിൻ HOH, ദെൻ ഇവിടെ CH2OH, H. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമുക്കുള്ളത്. അപ്പോ C1 ഓഫ് ആൽഫ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഈ C1 ആണ്. ഓക്കെ അല്ലേ? ആൻഡ് C2 ഓഫ് ബീറ്റാ ഡി ഫ്രക്ടോസ്. ബീറ്റാ ഡി ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നതാ? ബീറ്റാ ഡി ഫ്രക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? എങ്ങനെ വരക്കാം? ബീറ്റാ ഡി ഫ്രക്ടോസ്. ഓക്കെ, സോ ഞാൻ അതിനെ ഇങ്ങനെ വരക്കുകയാണേ. സെക്കൻഡ് കാർബൺ ആറ്റം ആയിട്ടാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരക്കണം എന്ന് നിർബന്ധമില്ല. യെസ്, ഫസ്റ്റ് കാർബൺ അല്ലല്ലോ, സെക്കൻഡ് കാർബൺ ആറ്റം ആയിട്ടാണെങ്കിൽ യെസ്, ഇവിടെയാണ് നമ്മുടെ ആരുള്ളത്? ഓക്സിജൻ ഉള്ളത്. ഇതിനെ ഞാൻ ഫസ്റ്റ് കാർബൺ എന്നെടുക്കുകയാണെങ്കിൽ സോ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് കാർബൺ, ഇതായിരിക്കും നമ്മുടെ എന്ത്? സെക്കൻഡ് കാർബൺ വരുന്നുണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. യെസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാർബൺ, ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് കാർബൺ വരുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മുടെ ആരുണ്ടാവും? CH2OH ഉണ്ടായിരിക്കും. ഇവിടെ ആരുണ്ടാവും? ഇതാണ് നമ്മുടെ സെക്കൻഡ് കാർബൺ. ഇവിടെ ആരാളുള്ളത്? ആരാളുള്ളതാ? CH2OH കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ളത് OH ആണ്. സോ OH ഇവിടെ ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്, അഗെയിൻ ഇവിടെ ആരുണ്ട്? OHH ഉണ്ട്, HOH ഉണ്ട്, അഗെയിൻ CH2OH നമുക്ക് ഉണ്ടായിരിക്കും. സോറി, CH2H നമുക്ക് ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഇതാണ് സെയിം കാര്യം. OHH, HOH, CH2OH. ക്ലിയർ? യെസ്, സോ OHH, HOH, CH2OH ആൻഡ് H. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളോട് പറഞ്ഞത് ഈ ഫസ്റ്റ് കാർബൺ ഓഫ് നമ്മുടെ ആൽഫ ഡി ഗ്ലൂക്കോസും നമ്മുടെ ബീറ്റാ ഡി ഗ്ലൂക്കോസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മേലെ CH2OH താഴെ OH ആണ് ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറയും. മേലെ CH2OH താഴെ OH ആണെങ്കിൽ അത് ആൽഫയും, ബീറ്റ ആണെങ്കിൽ എന്താണ്? മേലെ OH താഴെ CH2OH ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇങ്ങനെ വരക്കുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ. യെസ്,
യെസ്, ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മുടെ ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്, എങ്ങനെയാണ് ബീറ്റ ഡി ഫ്രക്ടോസ് ആയത്? ഇത് ബീറ്റ ഡി ഫ്രക്ടോസ് ആവണമെങ്കിൽ നമ്മുടെ CH2OH താഴെയും OH മേലെയാണ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ എന്താണ്? യെസ്, ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. CH2OH മേലെയും OH താഴെയും, ഇവിടെ OH മേലെയും CH2OH താഴെയുമാണ് വരുന്നത്. സോ C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസും C2 ഓഫ് ബീറ്റ ഡി ഫ്രക്ടോസ്. സിൻസ് ദ റെഡ്യൂസിംഗ് ഗ്രൂപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആർ ഇൻവോൾവ് ഇൻ ദ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ. അതായത് നമുക്കറിയാം ഇവിടെയാണ് നമ്മുടെ CHO ഗ്രൂപ്പ് വരുന്നത് ആൻഡ് സെക്കൻഡ് കാർബണിലാണ് നമ്മുടെ കീറ്റോൺ ഗ്രൂപ്പ് വരുന്നത്. അവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കീറ്റോൺ ഗ്രൂപ്പും ആൽഡിഹൈഡ് ഗ്രൂപ്പും എന്തായി, ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ സുക്രോസിന് എന്തെന്ന് വിളിച്ചത്, ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ് എന്ന് വിളിച്ചത്. സോ നമുക്കറിയാം ഇവിടെ എച്ചിന്റെ കൂടെ ആരാ ഉണ്ടായിരുന്നത്, ഒരു OH ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ CH2OHന്റെ താഴെ ആരാ ഉണ്ടായിരുന്നത്, അനദർ OH ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇവരിങ്ങനെ റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു വാട്ടർ മോളിക്യൂളിന് അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഓക്സിജൻ മാത്രമായിട്ട് ബാക്കിയായി. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അത് മുഴുവനായിട്ട് നമുക്ക് ഇവിടെ എഴുതി കാണിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനത് മായ്ച്ചു കളഞ്ഞത് കേട്ടോ. അതായത് നമ്മുടെ HOH ആണ് ഇവിടെ ഉണ്ടാവുക, ഇവിടെ CH2OH, ഇവിടെ ആരുണ്ടായിരിക്കും, OH ഉണ്ടായിരിക്കും. അവർ തമ്മിൽ ആ രണ്ട് OHും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു വാട്ടർ മോളിക്യൂളിന് അവരെന്ത് ചെയ്തു, അവിടുന്ന് റിമൂവ് ചെയ്തു. ഈ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? സോ ആരൊക്കെ തമ്മിലാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് C2 ഓഫ് ബീറ്റ ഡി ഫ്രക്ടോസ്, ഇവരാണ് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, നോ ഡൗട്ട്സ്? ഓക്കെ. Next, sucrose is a dextrorotatory but after hydrolysis give dextrorotatory glucose and levorotatory fructose. Sucrose എന്ന് പറയുന്നത് എന്താണ്? ആ സുക്രോസിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു ഡെക്സ്ട്രാറൊട്ടേറ്ററി കോമ്പൗണ്ട് ആണ്. പക്ഷെ നമ്മൾ സുക്രോസിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസും കിട്ടും, ഫ്രക്ടോസും കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഗ്ലൂക്കോസ് ഡെക്സ്ട്രാറൊട്ടേറ്ററിയും ലീവോറൊട്ടേറ്ററി ഫ്രക്ടോസുമാണ് നമുക്ക് കിട്ടുന്നത്. സിൻസ് ദ ലീവോറൊട്ടേഷൻ ഓഫ് ഫ്രക്ടോസ് എന്ന് പറയുന്നത് -92.4 ഡിഗ്രി ഈസ് മോർ ദാൻ ദ ഡെക്സ്ട്രാറൊട്ടേഷൻ ഓഫ് ഗ്ലൂക്കോസ്, ദ മിക്സ്ചർ ഈസ് ലീവോറൊട്ടേറ്ററി എന്ന് നമുക്ക് പറയാം. അതായത് നമ്മളൊരു ഡെക്സ്ട്രാറൊട്ടേറ്ററി സുക്രോസിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മിക്സ്ചർ എന്ന് പറയുന്നത് ഒരു ഡെക്സ്ട്രാറൊട്ടേറ്ററി ഗ്ലൂക്കോസും ലീവോറൊട്ടേറ്ററി ഫ്രക്ടോസും ആയിരിക്കും. പക്ഷേ അവിടുത്തെ ലീവോറൊട്ടേറ്ററിന്റെ ഫ്രക്ടോസിന്റെ ലീവോറൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെക്സ്ട്രാറൊട്ടേഷൻ ഓഫ് ഗ്ലൂക്കോസിന്റെ കാട്ടും കൂടുതലായതുകൊണ്ട് ആ മിക്സ്ചറിന് ടോട്ടലി ഉണ്ടായിരിക്കുക എന്താണ്, ഒരു ഡെക്സ്ട്രാറൊട്ടേറ്ററി ഒരു നേച്ചർ ആണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ സുക്രോസ് ഡെക്സ്ട്രയും കിട്ടുന്ന മിക്സ്ചർ ലീവോയും ആയതുകൊണ്ട് തന്നെ നമുക്ക് സുക്രോസിന്റെ ഹൈഡ്രോളിസിസിനെ നമ്മൾ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ അല്ലെങ്കിൽ ഇൻവേർട്ട് ഷുഗർ എന്ന് നമ്മൾ പറയാറുണ്ട്. Thus the hydrolysis of sucrose bring about change in the side of the rotation from the dextrose to the levo and the product is named as invert sugar. Hydrolysis of sucrose നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, നമ്മുടെ ഇൻവേർട്ട് ഷുഗർ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നോ ഡൗട്ട്സ്? സോ ഇതാണ് എന്ത്, നമ്മുടെ ഗ്ലൂക്കോസിന്റെയും സുക്രോസിന്റെയും കാര്യം പറയുന്നത്. ഓക്കെ, യെസ്. ഇവിടെ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ വെക്കേണ്ട ആളെ നമ്മൾ തിരിച്ചു വെച്ചു. അതുകൊണ്ടാണ് ഈ CH2OH മേലെയും H താഴെ. അതായത് ഇവിടെ നമ്മൾ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ, അതായത് എനിക്ക് ഈ അറിയാം ബീറ്റ ആണെങ്കിൽ മേലെ OHും താഴെ CH2OH ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, മേലെ CH2OH എഴുതി. ആൻഡ് ഓൾസോ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ട്രക്ചറിൽ ചേഞ്ച് ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡൈസാക്രൈഡ് എന്ന് പറയുന്നത് ഈസ് മാൾട്ടോസ്. മാൾട്ടോസ് ആണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡൈസാക്രൈഡ്. Another disaccharide maltose is composed of 2 molecules of alpha D glucose. നമുക്ക് അറിയുന്ന കാര്യമാണ്. Units in which C1 of one glucose is linked to the C4 of another glucose unit 2. അതായത് നമ്മുടെ ആൽഫ ഡി ഗ്ലൂക്കോസ് ഒന്ന് ഇവിടെ ഉണ്ട്, ആൽഫ ഡി ഗ്ലൂക്കോസ് വേറെ ഒന്ന് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് കാർബൺ ആറ്റം ഓഫ് 1ഉം 1, 2, 3, 4 ഫോർത്ത് കാർബൺ ആറ്റം ഓഫ് അനദർ 1ഉം ഇവർ തമ്മിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. കറക്റ്റ് അല്ലേ? യെസ്, അവിടെ എന്തുണ്ട്, ഇവിടെ നമുക്കൊരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഇവിടെ ഒരു OH ഉണ്ടായിരുന്നു, ഇവിടെ ഒരു OH ഉണ്ടായിരുന്നു. അവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് വാട്ടർ റിമൂവ് ചെയ്തിട്ട് ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇവിടെ ഉണ്ടാക്കി. ദ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് C1. C1 നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആക്കി മാറ്റാൻ പറ്റും.
കറക്റ്റ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, ഒരു റെഡ്യൂസിങ് ഷുഗർ ആയിരിക്കും. സോ ഒരു റെഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ഡൈസാക്കറൈഡിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും മാൾട്ടോസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ റെഡ്യൂസിങ് ഷുഗർ. റെഡ്യൂസിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഷുഗർ ആണ് ആര്, മാൾട്ടോസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കാരണം ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് ഫസ്റ്റ് ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബണും സെക്കൻഡ് ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ ഫോർത്ത് കാർബണും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ ഫസ്റ്റ് കാർബൺ ഇപ്പോഴും ഫ്രീ ആയതുകൊണ്ട് അവർ റെഡ്യൂസിങ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അനദർ ഡൈസാക്കറൈഡ് ആണ്, വിച്ച് ഈസ് ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്കറൈഡ് ആണ് നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത്. ലാക്ടോസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലൂക്കോസും ഗാലക്ടോസുമാണ് അവിടെ ഉണ്ടായിരിക്കുക. സോ ഇറ്റ് ഈസ് മോർ കോമൺലി നോൺ ആസ് മിൽക്ക് ഷുഗറിനെയാണ് നമ്മൾ ലാക്ടോസ് എന്ന് വിളിക്കുന്നത്. സിൻസ് ദിസ് ഡൈസാക്കറൈഡ് ഈസ് ഫൗണ്ട് ഇൻ മിൽക്ക്, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബീറ്റാ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റാ ഡി ഗ്ലൂക്കോസ്. ബീറ്റാ ഡി ഗാലക്ടോസും ബീറ്റാ ഡി ഗ്ലൂക്കോസുമാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബീറ്റാ ഡി ഗ്ലൂക്കോസ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് എന്തായിരിക്കും? ബീറ്റാ ഡി ഗ്ലൂക്കോസ് ആണെങ്കിൽ എന്തായിരിക്കും ചേഞ്ച് ഉണ്ടായിരിക്കുക? ഈ CH2OH ആൻഡ് H ഇവർക്കിടയിലാണ് എന്തുണ്ടാവുക? ആൽഫയും ബീറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. കറക്റ്റ് അല്ലേ? അതായത് എച്ചും OHും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ HOH ഇങ്ങനെയാണ് നമ്മുടെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇവിടെ എന്തുണ്ട്? HOH ഇവിടെ CH2OH ഇവിടെ H. ഇതാണ് ആര് ആൽഫ ഡി ഗ്ലൂക്കോസ്. ബീറ്റ ആവുമ്പോൾ എന്താവും? ഈ OH മേലോട്ട് വന്നിട്ട് H താഴോട്ട് വരും. അതാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ബീറ്റാ ഡി ഗാലക്ടോസ് എന്ന് പറയുമ്പോൾ അഗെയിൻ ഇവിടെ എന്തുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. ഇവര് തമ്മിൽ എന്ത് ചെയ്യാണ് ബീറ്റാ ഡി ഗാലക്ടോസും ബീറ്റാ ഡി ഗ്ലൂക്കോസും തമ്മിലുള്ള റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ബോണ്ട് ഇങ്ങനെ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതായത് C4 ഓഫ് ഗ്ലൂക്കോസും നമ്മുടെ C1 ഓഫ് ഗാലക്ടോസുമാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. എഗെയിൻ ഇതും ഒരു റെഡ്യൂസിങ് ഷുഗർ ആയിരിക്കും. കാരണം ഈ ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് C1 എന്താണ്? ഫ്രീ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ലാക്ടോസ് ഈസ് ഓൾസോ റെഡ്യൂസിങ് ഷുഗർ എന്നുള്ളത്. ലാക്ടോസും എന്താണ്? ഒരു റെഡ്യൂസിങ് ഷുഗർ ആണ്. സോ സുക്രോസ് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ലാക്ടോസും മാൾട്ടോസും എന്താണ്? ഒരു റെഡ്യൂസിങ് ഷുഗർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ പോളിസാക്കറൈഡ്. അതായത് നമുക്കിവിടെ എഴുതി വെക്കാൻ വേണമെങ്കിൽ മാൾട്ടോസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ റിയാക്ട് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്? ആരൊക്കെയാണ്? C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് C4 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ്. C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസും C4 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സുക്രോസ് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ്? C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസും ആൻഡ് C2 ഓഫ് ബീറ്റാ ഡി ഫ്രക്ടോസും. സുക്രോസ് എങ്ങനെയാണ് ഫോം ചെയ്തത്? C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് C2 ഓഫ് ബീറ്റാ ഡി ഫ്രക്ടോസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് നമ്മുടെ ലാക്ടോസ് ഫോം ചെയ്തിട്ടുള്ളത്? C1 ഓഫ് ബീറ്റാ ഡി ഗാലക്ടോസ് ആൻഡ് C4 ഓഫ് ബീറ്റാ ഡി ഗ്ലൂക്കോസ്. ഇവർ റിയാക്ട് ചെയ്തിട്ടാണ് ആര് ഫോം ചെയ്തത്? ലാക്ടോസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിഞ്ഞത് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ പോളിസാക്കറൈഡ്സ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? എന്താണ് പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ്സ് ഉള്ള സാക്കറൈഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിസാക്കറൈഡ്സ് എന്നുള്ളത്. സോ ദേ ആർ ഓൾസോ ജോയിൻഡ് ബൈ എന്താണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് തന്നെയാണ്. രണ്ട് മോണോസാക്കറൈഡ്സിനെ ലിങ്ക് ചെയ്യുന്നത് എന്താണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ദീസ് ആർ മോസ്റ്റ് കോമൺലി എൻകൗണ്ടേർഡ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ നേച്ചർ. നമ്മൾ നേച്ചറിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ആരാണ്? പോളിസാക്കറൈഡ്സ് ആണ്. They mainly act as the food storage or structural material. ഒന്നുകിൽ അവരൊരു ഫുഡ് സ്റ്റോറേജിന്റെ രീതിയിലാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ കുറിച്ചിട്ടാണ്? സ്റ്റാർച്ചിനെ കുറിച്ചിട്ടാണ്. സ്റ്റാർച്ച് ഇസ് ദ മെയിൻ സ്റ്റോറേജ് പോളിസാക്കറൈഡ്സ് ഓഫ് പ്ലാന്റ്സ്. നമ്മുടെ പ്ലാന്റ്സിലുള്ള മെയിൻ സ്റ്റോറേജ് ഓഫ് പോളിസാക്കറൈഡ്സ് ആണ് എന്ത്? നമ്മുടെ സ്റ്റാർച്ച് എന്ന് പറയുന്നത്.
ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡയറ്ററി സോഴ്സ് ഫോർ ഹ്യൂമൻ ബീങ്സിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡയറ്ററി സോഴ്സും എന്ത് തന്നെയാണ്? സ്റ്റാർച്ച് തന്നെയാണ്. ഹൈ കണ്ടന്റ് ഓഫ് സ്റ്റാർച്ച് ഈസ് ഫൗണ്ട് ഇൻ സീരിയൽസ്, റൂട്ട്സ്, ട്യൂബേഴ്സ് ആൻഡ് ഓൾസോ സം വെജിറ്റബിൾസിൽ ഹൈ എമൗണ്ട് ഓഫ് സ്റ്റാർച്ചിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാണാറുണ്ട്. ആൻഡ് ഇറ്റ്സ് എ പോളിമർ ഓഫ് ആൽഫ ഗ്ലൂക്കോസ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് 2 കോമ്പണന്റ്സ് അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അതായത് ഇവിടെയുള്ള മോണോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഗ്ലൂക്കോസ് ആണ്, പക്ഷെ അവർക്ക് 2 ടൈപ്പ് കോമ്പണന്റ്സ് ആണ് അവർക്കുള്ളത്. സോ സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് കോമ്പണന്റ്സ് അവർക്കുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് അമൈലോസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് അമൈലോപെക്റ്റിൻ. ഇങ്ങനെ 2 കോമ്പണന്റ്സ് ആയിട്ടാണ് സ്റ്റാർച്ചിൽ എന്ത് കാണുന്നത്? നമ്മുടെ ആൽഫ ഡി ഗ്ലൂക്കോസ് കാണുന്നത്. അമൈലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വാട്ടർ സോല്യൂബിൾ കോമ്പണന്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് 15 to 20% ഓഫ് സ്റ്റാർച്ച്. 15 to 20% ഓഫ് സ്റ്റാർച്ചിലും ഉള്ളത് എന്താണ്? അമൈലോസ് ആണ്. ഈ അമൈലോസ് എന്താണ്? വാട്ടർ സോല്യൂബിൾ ആണ്. കെമിക്കലി അമൈലോസ് ഇസ് ലോങ് അൺബ്രാഞ്ച്ഡ് ചെയിൻ വിത്ത് 200 to 1000 ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ഹെൽഡ് ടുഗദർ ബൈ C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അമൈലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ചെയിൻ ആണ്. അവിടെ C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ആൽഫ ഡി എന്തിന്റെ? ഗ്ലൂക്കോസ് നമ്മൾ കാണുന്നത്. ഈ അമൈലോസ് എന്താണ്? 15 to 20% ഉള്ളത് അമൈലോസ് ആണ്. ദേ ആർ വാട്ടർ സോല്യൂബിൾ ആണ്. അവരെന്താണ്? നമ്മുടെ ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ C1C4 ലിങ്കേജ് വഴിയാണ് അവർ പ്രിപ്പയർ ആയിട്ടുള്ളത്. അതാണ് എന്ത് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അമൈലോപെക്റ്റിനിലേക്ക് പോകുമ്പോൾ ദാറ്റ് ഈസ് ദ വാട്ടർ ഇൻസോല്യൂബിൾ പാർട്ട് ആൻഡ് കൺസിസ്റ്റ് ഓഫ് 80 to 85% ഓഫ് സ്റ്റാർച്ച്. നമ്മൾ അമൈലോസിന്റെ ബാക്കി വരുന്ന എല്ലാ പെർസെന്റേജും എന്താണ്? അമൈലോപെക്റ്റിൻ ആണ്. ഇറ്റ് ഈസ് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ്. ഇവിടെ നമ്മൾ സ്ട്രേറ്റ് ചെയിൻ പോളിമർ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണെങ്കിൽ അമൈലോപെക്റ്റിനിലേക്ക് വരുമ്പോൾ ദേ ആർ ബ്രാഞ്ച്ഡ് ചെയിൻ ആണ് കാണുന്നത്. ആ ബ്രാഞ്ച്ഡ് ചെയിനിൽ നേരെ വരുന്ന ചെയിൻ ഫോം ചെയ്തിട്ടുള്ളത് C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണെങ്കിൽ വേറാസ് ബ്രാഞ്ചിങ് നടക്കുന്നത് C1C6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ്. അതായത് ഇവിടെ C1C4 ലിങ്കേജ് ഉണ്ടായിരിക്കും, അതേ ആളുടെ തന്നെ 1ഉം അടുത്തൊരു കോമ്പൗണ്ടിന്റെ 6ഉം തമ്മിൽ എന്തുണ്ട്? അനദർ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇവിടെ വരുന്നുണ്ട്. എഗെയിൻ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഈ 6ഉം അപ്പുറത്തുള്ള ഒരു ഫസ്റ്റ് കാർബണും ഇവർ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു ബ്രാഞ്ചിങ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഇതാണ് എന്ത്? അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. സോ 15 to 20% നമ്മൾ കാണുന്നത് അമൈലോസ് ആണെങ്കിൽ 80 to 85% നമ്മൾ കാണുന്നത് ആരെയാണ്? അമൈലോപെക്റ്റിനെയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി നമ്മുടെ പോളിസാക്കറൈഡ്. എന്താണ്? സ്റ്റാർച്ച്. നമ്മുടെ പ്ലാന്റ്സിൽ കാണുന്ന സ്റ്റോറേജ് പ്രോട്ടീൻ ആണ് സ്റ്റാർച്ച് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഡയറ്ററി സോഴ്സിലും കൂടുതൽ നമ്മൾ കഴിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റാർച്ച് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത പോളിസാക്കറൈഡ് ആണ് ആര്? നമ്മുടെ സെല്ലുലോസ് എന്ന് പറയുന്നത്. സെല്ലുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഒക്കേഴ്സ് എക്സ്ക്ലൂസീവ്ലി ഇൻ പ്ലാന്റ്സ് ആൻഡ് ഇറ്റ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ദ പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിലെ മോസ്റ്റ് അബണ്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ആര്? സെല്ലുലോസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രിഡോമിനന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് സെൽ വാൾ ഓഫ് പ്ലാന്റ് സെൽ. നമുക്കറിയാം ഈ നമ്മള് പ്ലാന്റ്സ് കഴിക്കുന്ന ജീവികൾ ഉണ്ടല്ലോ, അവരുടെയൊക്കെ വയറ്റിൽ സെല്ലുലോസിനെ ചെയ്യാൻ പറ്റുന്ന ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എൻസൈംസ് ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡൈജഷൻ അബ്സോർപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പഠിച്ചോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. യെസ്, സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഈ വർഷമാണല്ലോ അതിന് ഒഴിവാക്കിയത്. സോ സെല്ലുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലിന്റെ സെൽ വാളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് എന്താണ്? ഒരു മോളിക്യൂൾ ആണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രിഡോമിനന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് സെൽ വാൾ ഓഫ് പ്ലാന്റ് സെൽസ്. സോ സെല്ലുലോസ് ഇസ് എ സ്ട്രേറ്റ് ചെയിൻ പോളിസാക്കറൈഡ് കമ്പോസ്ഡ് ഓഫ് ഓൺലി ബീറ്റാ ഡി ഗ്ലൂക്കോസ്. ഡിഫറൻസ് എവിടെയാണ് വരുന്നത്? സെല്ലുലോസിന്റെ കേസിലുള്ള നമ്മുടെ മോണോമർ എന്ന് പറയുന്നത് ആരാണ്? ബീറ്റാ ഡി ഗ്ലൂക്കോസ് ആണ്. ആരൊക്കെ തമ്മിലാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്തത്? C1 ആൻഡ് അഗെയിൻ C1ഉം C4 ലിങ്കേജുമാണ് ഇവിടെ വരുന്നത്. C1 ഓഫ് 1 glucose unit and C4 of the next glucose unit. അവർക്കിടയിലുള്ള ഒരു സ്ട്രേറ്റ് ചെയിൻ ലിങ്കേജ് ആണ് സെല്ലുലോസിന്റെ കേസിൽ ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വേറൊരു പോളിസാക്കറൈഡ് ആണ് വിച്ച് ഇസ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിന്റെ കേസിൽ സ്റ്റാർച്ച് പറഞ്ഞ സ്റ്റോറേജ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്റ്റോറേജ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർച്ചിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഒരു സ്റ്റോറേജ് മെറ്റീരിയൽ ആണ് നമ്മുടെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ദ കാർബോഹൈഡ്രേറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ ആനിമൽ ബോഡി ആസ് ഗ്ലൈക്കോജൻ ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആവശ്യമുള്ള സമയത്ത് ഈ ഗ്ലൈക്കോജൻ ആണ് ആരായിട്ട് മാറുന്നത്? ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആനിമൽ സ്റ്റാർച്ച്. കാരണം പ്ലാന്റ്സിലെ സ്റ്റാർച്ച് ആണെങ്കിൽ ആനിമൽസിലെ സ്റ്റാർച്ച് ആണ് ആര്? ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് സ്ട്രക്ചർ ഈസ് അഗെയിൻ സിമിലർ ടു അമൈലോപെക്റ്റിൻ ആൻഡ് ഇറ്റ് ഈസ് റാദർ മോർ ഹൈലി ബ്രാഞ്ച്ഡ്. നമ്മുടെ ഗ്ലൈക്കോജന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ അമൈലോസ് ഒന്നും അവിടെ ഇല്ല. അമൈലോപെക്റ്റിന്റെ സ്ട്രക്ചറായിട്ട് നമ്മൾ നല്ല സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ ബ്രാഞ്ചിങ് ആരുടെ കേസിലുണ്ട്? ഗ്ലൈക്കോജന്റെ കേസിൽ പ്രസന്റ് ആണ്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ലിവർ,
മസിൽസ് ആൻഡ് ബ്രെയിൻ. ഈ ഗ്ലൈക്കജൻ എവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ലിവർ, മസിൽസ് ആൻഡ് ബ്രെയിനിലാണ് നമുക്ക് ഗ്ലൈക്കജൻ കാണാൻ പറ്റുന്നത്. വെൻ ദ ബോഡി നീഡ്സ് ഗ്ലൂക്കോസ്, എൻസൈംസ് ബ്രേക്ക് ദ ഗ്ലൈക്കജൻ ഡൗൺ ടു ഗ്ലൂക്കോസ്. ഗ്ലൈക്കജന് എൻസൈം വന്നിട്ട് എന്ത് ചെയ്യും? ആ ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ഗ്ലൂക്കോസ് ആയിട്ട് അതിനെ മുറിച്ചിടും. ഗ്ലൈക്കജൻ ഇസ് ഫൗണ്ട് ഇൻ ഈസ്റ്റ് ആൻഡ് ഫംഗൈലും നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഗ്ലൈക്കജന്റെ പ്രസൻസിൽ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇതാണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് അടുത്ത നമ്മുടെ ബയോമോളിക്യൂളിലേക്കാണ്, വിച്ച് ഇസ് പ്രോട്ടീൻ. ഇന്ന് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റും ഈ ഒരു ഇൻടെക്സ് ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോട്ടീൻ ഓൺവേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ എക്സ്ഹോസ്റ്റഡ് ആണ്. ഞാൻ ഇടക്കിടക്ക് പോയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോയിട്ട് വരിക ചെയ്യുന്നത്. സോ യെസ്, ഇന്ന് നമുക്ക് ഇത്രയും മതി. സോ ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ carbohydrates are essential for life in both plants and animals. നമ്മൾ കണ്ടതാണ്. They form a major portion of our ഫുഡിലും കൂടുതലും നമ്മൾ കഴിക്കുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ്. അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ നിത്യം നമ്മൾ കഴിക്കുന്ന കാര്യമാണ് നമ്മുടെ ചോറ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഹണി ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ദ ലോങ് ടൈം ആസ് എ ഇൻസ്റ്റന്റ് സോഴ്സ് ഓഫ് എനർജി ബൈ വൈദ്സ് ഇൻ വൈദ്സ് എന്ന് പറഞ്ഞാൽ വൈദ്യന്മാർ ഇൻ ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിനിൽ നമ്മൾ ഇൻസ്റ്റന്റ് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് അവർ കൊടുക്കുന്നത് ഗ്ലൂക്കോസ് പൗഡർ ആവില്ല. എന്താണ്? ഹണിയാണ് കൊടുക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ആർ യൂസ്ഡ് ആസ് എ സ്റ്റോറേജ് മോളിക്യൂൾ ആസ് സ്റ്റാർച്ച് ഇൻ പ്ലാന്റ്സ് and glycogen in animals. Cell wall of bacteria and plants is made up of cellulose. Another importance another. We build furniture etc. from cellulose in the form of wood and cloth ourselves with cellulose in the form of cotton fiber. Cotton fiber നമ്മൾ ഡ്രസ് ഉണ്ടാക്കുന്ന കോട്ടൺ ഫൈബറിലും ആരാണുള്ളത്? നമ്മുടെ സെല്ലുലോസ് ആണുള്ളത്. They provide raw materials for many important industries like textiles, paper, lacquers and breweries. Clear അല്ലേ? Okay അല്ലേ? Yes. 2 aldopentose like D-ribose and 2-deoxyribose. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ വരും. ന്യൂക്ലിക് ആസിഡ് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ഇത് എന്താന്നുള്ള കാര്യം. ആൽഡോപെൻറ്റോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൽഡിഹൈഡ് ഉള്ള 5 കാർബൺ കണ്ടെയ്നിങ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ D-ribose and 2-deoxyribose എന്ന് പറയുന്നത്. അതെന്താന്നുള്ളത് നമ്മൾ പറയും. ആർ പ്രസന്റ് ഇൻ ന്യൂക്ലിക് ആസിഡ്. നമ്മുടെ DNA, RNA എന്നൊക്കെ പറയുന്ന അവരിൽ പ്രസന്റ് ആയിട്ടുള്ളത് ആരാണ്? ഈ 2 കാർബോഹൈഡ്രേറ്റ്സ് ആണ്. Okay അല്ലേ? കാർബോഹൈഡ്രേറ്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ ബയോസിസ്റ്റം ഇൻ കോമ്പിനേഷൻ വിത്ത് മെനി പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സിന്റെ കോമ്പിനേഷനിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബയോസിസ്റ്റത്തിൽ കാണുന്നുണ്ട്. ഇത്രയാണ് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എന്താണ്? കുറച്ച് ഇൻടെക്സ് ക്വസ്റ്റ്യൻസ്, അതായത് 3 ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിന്റെ ആൻസേഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗ്ലൂക്കോസ് ഓർ സുക്രോസ് ആർ ജസ്റ്റ് മിനിറ്റ്. Yes, okay. First question എന്താണ്? Glucose and sucrose are soluble in water but cyclohexane and benzene are insoluble in water. Explain. Very easy question. നമുക്കറിയാം ബെൻസീനും സൈക്ലോഹെക്സേൻ. എന്താ സൈക്ലോഹെക്സേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതാണ് സൈക്ലോഹെക്സേൻ. എന്താ ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതാണ് ബെൻസീൻ. ഇവരിൽ ആരിലെങ്കിലും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ സുക്രോസും ഗ്ലൂക്കോസും നിങ്ങൾ എടുത്ത് നോക്കൂ, അവിടെയൊക്കെ ആരുണ്ട്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് എന്തുണ്ടാക്കാനുള്ള കഴിവുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള കഴിവുണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള കഴിവുണ്ടെങ്കിൽ അവരെന്തായിരിക്കും? വാട്ടർ സോല്യൂബിൾ ആയിരിക്കും. ഇത് നോൺ പോളാർ കോമ്പൗണ്ട്സ് ആണ്. ആരൊക്കെ? നമ്മുടെ ഹെക്സൈനും സൈക്ലോഹെക്സൈനും ബെൻസീനും ഒക്കെ പറയുന്നത് നോൺ പോളാർ കോമ്പൗണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവർ വാട്ടറിൽ സോല്യൂബിൾ ആവില്ല. അത് തന്നെയാണ് ഇവിടുത്തെ റീസൺ. Next, what are expected to produce by the hydrolysis of lactose? Beta D galactose, beta D glucose. നമ്മൾ പറഞ്ഞു ലാക്ടോസ് ഉണ്ടാക്കിയിട്ടുള്ളത് ലാക്ടോസ് ഉണ്ടാക്കിയിട്ടുള്ളത് ബീറ്റാ ഡി ഗാലക്ടോസും ബീറ്റാ ഡി ഗ്ലൂക്കോസും വെച്ചിട്ടാണ്. സോ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? അവരെ തന്നെയായിരിക്കും. How do you explain the absence of aldehyde group in the pentacetate of D glucose? നമ്മൾ പറഞ്ഞു പെൻറ്റാസിറ്റേറ്റ് ഓഫ് ഡി ഗ്ലൂക്കോസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും പെൻറ്റാസിറ്റേറ്റ് ഓഫ് ഡി ഗ്ലൂക്കോസ്? നമുക്കറിയാം ഓൾറെഡി നമ്മൾ വിചാരിച്ച എങ്ങനെയായിരുന്നു? CHO സോറി മായിച്ചിട്ട് വരക്കാം. ഓക്കെ, CHO 2 3 4 5 6. ഓക്കെ, സോ ഇവിടെ CH2OH ഉണ്ട്. HHOH H H H OH H OH H OH OH. ഇങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവര് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവര് രണ്ടുപേരും കൂടെ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ആ ബോണ്ട് ഉണ്ടാവുന്നത്? നമുക്കറിയാം ആ ബോണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇവിടെ H ഉണ്ട്, ഇവിടെ OH ഉണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഇങ്ങനെ ഇവിടെ ഒരു ബോണ്ടിങ്ങിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ പെൻറ്റാസിറ്റേറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെൻറ്റാസിറ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഇവിടെ ഒരു
COCH3 നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു COCH3 കാണാൻ പറ്റും. ഇവിടെയും ഒരു COCH3 കാണാൻ പറ്റും. H അവിടെ ഉണ്ടാവില്ല, പകരം COCH3 ഉണ്ടാവുക. ഇവിടെ COCH3, ഇവിടെ COCH3, ഇവിടെ COCH3, ഇവിടെയും COCH3. അങ്ങനെ നമുക്ക് പെന്റാസെറ്റേറ്റ് നമുക്ക് ഇവിടെ കിട്ടും. പക്ഷെ അവിടെ ആരില്ല, നമ്മുടെ ആൽഡിഹൈഡ് ഇല്ല. ഇങ്ങനെ ഒരു സൈക്ലിക് സ്ട്രക്ചർ അവർ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവർ എന്തില്ലാത്തത്, ആൽഡിഹൈഡ് ഇല്ലാത്തത് എന്ന് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ വരച്ചിട്ട് ഈ OH പകരം എന്തെഴുതിയാൽ മതി, COCH3 എന്ന് എഴുതി കൊടുത്താൽ മതി. സോ അങ്ങനെയാണ് നമുക്ക് പെന്റാസെറ്റേറ്റ് ഇവിടെ കിട്ടുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. സോ ഇത്രയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് പ്രോട്ടീൻസിന്റെ കാര്യം പറയാനായിട്ടുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ ന്യൂക്ലിക് ആസിഡ്സിന്റെ കാര്യം പറയാനായിട്ടുണ്ട്. ദെൻ എന്താണ് എൻസൈംസിന്റെ കാര്യം പറയാനുണ്ട്. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതെന്തായാലും നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ യെസ്, ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ എൻഡ് ഫോർ ടുഡേ. ദിസ് ഇസ് മീ ഷിബില സൈനിങ് ഓഫ് ഫ്രം വേദാന്തം മലയാളം. അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. ജസ്റ്റ് വെയിറ്റ് എ മിനിറ്റ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണ്ട, ഞാനൊന്ന് പോസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നുണ്ട്. അതായത് നമ്മൾ ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് JEE ആൻഡ് NEET ക്വസ്റ്റ്യൻസിന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു വീക്ക് ക്വിസിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. സോ ഈ ചാപ്റ്ററായിട്ട് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു വീക്ക് ക്വിസ് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അത് ജോയിൻ ചെയ്തിട്ട് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം വിവരമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് സെൽഫ് അനാലിസിസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ എന്തായാലും ആ ഒരു നിങ്ങൾക്കുള്ള ആ ഒരു കാര്യം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഓൾസോ വൈ ഷുഡ് യു ജോയിൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതൊരു സെഷൻ ആണോ അന്ന് നമ്മൾ പോകുന്നത് അതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഡെയിലി ക്വസ്റ്റ്യൻസ്, ഡെയിലി നോട്ട്സ്, എല്ലാ ലൈവിന്റെയും പ്രീമിയറിന്റെയും എല്ലാത്തിന്റെയും നോട്ട്സ് നമ്മൾ തരുന്നുണ്ട്. വീക്ക്ലി ക്വിസസ് ആൻഡ് വീക്ക്ലി ലൈവ്സ് നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ വരുന്നുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ എക്സ്ക്ലൂസീവ് അസൈൻമെന്റ്സ് ഫോർ ടെലഗ്രാം, നമ്മൾ ഓരോ അസൈൻമെന്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക്, അവിടെ കയറിയിട്ട് ജോയിൻ ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ടെലഗ്രാമിൽ കയറിയിട്ട് വേദാന്തു മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് അവിടെ കാണാനായിട്ട് കഴിയും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം. ആൻഡ് യെസ്, ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ എൻഡ് ഫോർ ടുഡേ. ദിസ് ഇസ് മീ ഷിബില സൈനിങ് ഓഫ് ഫ്രം വേദാന്തു മലയാളം. See you again another day with another topic. Till then, tata and bye bye.